They were stolen in 5 days. सच्चाई देश के सामने है। कुछ मतदाताओं द्वारा दोहरे मतदान के आरोप लगाए गए, सबूत मांगने पर जवाब नहीं मिला। ऐसे मिथ्या आरोपों से न तो चुनाव आयोग डरता है और न ही कोई मतदाता। ഇന്ത്യൻ ജനാധിപത്യം കണ്ണടച്ച് വിശ്വസിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൃത്രിമം നടന്നുവന്ന വലിയ ആരോപണത്തിന് ഉത്തരം തേടി രാജ്യം കാതോർക്കുകയായിരുന്നു ഇന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിരട്ടേണ്ട എന്നാണ് രാഷ്ട്രീയ പാർട്ടികളോടുള്ള കമ്മീഷന്റെ മറുപടി. കേരളത്തിലേതടക്കം എല്ലാം അടിസ്ഥാനരഹിത ആരോപണങ്ങൾ. കമ്മീഷന്റെ തോളിൽ തോക്കുവെച്ച് വോട്ടർമാരെ ലക്ഷ്യമിട്ട് രാഷ്ട്രീയം കളിക്കുന്നത് അനുവദിക്കില്ല. ഈ മറുപടിയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയെ പിടിച്ചുകുലുക്കിയ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണങ്ങൾക്ക് അക്കമിട്ട് ഉത്തരമാകുന്നുണ്ടോ? വിരൽ ചൂണ്ടി പ്രതിപക്ഷ നേതാവ് നിരത്തിയ വലിയ പിഴവുകൾ. കർണാടകത്തിലെ മഹാദേവപുര മണ്ഡലത്തിൽ 1 ലക്ഷത്തിലധികം വോട്ടുകളിൽ കൃത്രിമം, 11,965 ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ, 40,009 വ്യാജ വിലാസങ്ങൾ, ബീഹാറിലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനിൽ വൻതോതിലുള്ള വോട്ടർ നീക്കം എന്നിവയുൾപ്പെടെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഉത്തരമാകുന്നുണ്ടോ? തെളിവുകൾക്ക് മറുപടിയായോ? പൊതുജന വിശ്വാസത്തെ തകർക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെക്കുറിച്ച് ഗുരുതരമായ സംശയങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് പരിഹാരമായോ? ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വോട്ടർമാരുടെ വിശ്വാസം തിരിച്ചുപിടിക്കാൻ ഇലക്ഷൻ കമ്മീഷന്റെ ഈ മറുപടിക്ക് കഴിയുമോ? അതോ തലയുരാൻ വെറും ഒഴിവ് കഴിവുകൾ പറയുകയാണോ? ഇന്ത്യക്ക് വേണ്ട ഉത്തരങ്ങൾ പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. CPM നേതാവ് അഡ്വക്കേറ്റ് സമ്പത്ത്, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുമിള്ളി, ഒപ്പം BJP നേതാവ് BS ജിതിൻ ദേവ്, ആം ആദ്മി പാർട്ടി നേതാവ് വിനോദ് മാത്യു വിൽസൺ എന്നിവർ ചേരുന്നു ഈ ചർച്ചയിൽ. ആദ്യം കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുമിള്ളി കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. വിരട്ടണ്ട, അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തോക്ക് ചൂണ്ടി പേടിപ്പിക്കേണ്ട എന്ന തരത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ എടുത്തു പറയുന്നത് എവിടെയായിരുന്നു? തിരുത്തേണ്ട സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? എന്തുകൊണ്ട് തിരുത്തിയില്ല? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ രീതിയിലുള്ള ഭീഷണിയുമായി മുന്നോട്ട് വരണ്ട, എല്ലാം അടിസ്ഥാനരഹിതമെന്ന് പറയുന്നിടത്ത് വലിയ തരത്തിൽ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് നടത്തിയ ആ പ്രതിഷേധങ്ങൾക്കൊക്കെ മറുപടിയായില്ലേ? ഒരിക്കലുമില്ല. നോക്കൂ, വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളതുപോലെ അച്ഛന്റെ പേര് ചോദിക്കുമ്പോൾ XYZ എന്ന കണക്കിന് രാഹുൽ ഗാന്ധി കൃത്യമായി ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ XYZ MYZ എന്ന് പറയുന്ന കണക്കാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഇന്നത്തെ ഉത്തരം വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഏറ്റവും നല്ല പണി അദ്ദേഹത്തെ രാജിവെപ്പിച്ച് BJP അവരുടെ സ്പോക്ക് പേഴ്സൺ ആക്കണം എന്ന അഭിപ്രായത്തിലാണ് ഞാനുള്ളത്. കാരണം എത്രയോ കൃത്യമായാണ് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നും തന്നെ സ്പർശിക്കാതെ, എന്നാൽ നാളുകളിൽ ഈ ചോദ്യം ഉയർന്നു വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളെയും ഖണ്ഡിച്ചുകൊണ്ട് എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഒരു BJPക്ക് വേണ്ടി പത്രസമ്മേളനം നടത്തി ഇലക്ഷൻ കമ്മീഷണർ തടി തപ്പിയിരിക്കുന്നത്. നോക്കൂ, കമ്മീഷണറിന്റെ വാദം എന്താണ്? ഞങ്ങൾ ഉന്നയിച്ച ഒരു കാര്യത്തിലും ക്ലാരിഫൈ ചെയ്യാനോ ഒരു കാര്യത്തിലും ക്ലാരിറ്റി വരുത്താനോ കമ്മീഷൻ തയ്യാറായില്ല. പിന്നെ കമ്മീഷൻ പറഞ്ഞ ഒരു കാര്യം എന്താണ്? വോട്ടർമാരുടെ സ്വകാര്യത അത് ലംഘിച്ചു രാഹുൽ ഗാന്ധി. നോക്കൂ, അപർണക്കുറിപ്പ് അങ്ങയുടെ വോട്ട് എവിടെയാണെന്ന് എനിക്ക് ഗൂഗിളിൽ ക്രോം സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ഡോക്ടർ സമ്പത്ത് കൂടുതൽ ആ കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നെക്കാൾ സീനിയർ അഭിഭാഷകനാണല്ലോ അദ്ദേഹം. നോക്കൂ, എന്റെ വോട്ട് കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പാറത്തോട് ഗ്രാമപഞ്ചായത്തിൽ 2ാം വാർഡിൽ 700-ാം നമ്പർ വോട്ടാണ് എന്നറിയാൻ വേണ്ടി ഈ പറയുന്ന പഞ്ചാംഗം നിരത്തുകയോ ഏതെങ്കിലും പഠിപ്പുരയുടെ മുറ്റത്ത് പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. അതായത് വോട്ടേഴ്സ് ലിസ്റ്റ് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ആ പബ്ലിക് ഡോക്യുമെന്റിന് എങ്ങനെയാണ് പ്രൈവസി ആക്ടിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുക എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2, ഞങ്ങൾ മുമ്പോട്ട് വെച്ചത് വളരെ വലിയ അർത്ഥത്തിൽ ഇവിടെ കള്ള വോട്ടുകൾ നടന്നിട്ടുണ്ട്, വോട്ട് മൾട്ടിപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊന്നും ഒരു ഉത്തരം പോലും പറയാൻ ഇന്ന് ഇലക്ഷൻ കമ്മീഷന് സാധിച്ചില്ല. പിന്നീട് അദ്ദേഹം പറയുന്നത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തണ്ട, ഇവർ ഭീഷണിപ്പെട്ടു പോയത്, ഇവർ ഭയപ്പെട്ടു പോയത് ഞങ്ങളുടെ കുറ്റമാണോ? തോക്കുമായി ആരും വരണ്ട. ആരാണ് തോക്കുമായി വന്നത്? ഞങ്ങൾ വന്നത് തോക്കുമായല്ല, ഞങ്ങൾ വന്നത് ബോംബുമായാണ്. ആ ബോംബ് രാഷ്ട്രീയ ബോംബാണ്.
അത് പൊട്ടിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് പൊട്ടിക്കുകയും ചെയ്യും. പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ മറ്റൊരു ചോദ്യം, 1 by 1 ഉത്തരം പറയാം. മറ്റൊരു ചോദ്യം എന്തുകൊണ്ട് ഇത്ര വൈകി എന്നുള്ളതാണ്. നോക്കൂ ശ്രീ അപർണ, ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ്, രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ് ഏതാണ്ട് 9 ദിവസത്തിന്റെ ദിനരാത്രങ്ങൾ കടന്നുപോയി ഇലക്ഷൻ കമ്മീഷന് ഈ പറയുന്ന ഉത്തരം പറയാൻ വേണ്ടി ദില്ലിയിൽ ആസ്ഥാനത്ത് വന്നിരുന്ന് ഒന്ന് ചൊടിയൊന്ന് അനക്കാൻ വേണ്ടി 9 ദിവസം. ഇത്രമാത്രം കൃത്യമായി ഇവരുടെ കയ്യിൽ ഡേറ്റ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അതിനെല്ലാം ക്ലാരിറ്റി വരുത്താൻ സാധിക്കുമെങ്കിൽ, വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് അങ്ങനെ കാര്യങ്ങൾ സ്പീഡായി ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത്ര വൈകിയത്? ഞങ്ങൾക്കൊരു മണ്ഡലം പഠിക്കാൻ 6 മാസം എടുത്തെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് കേവലം 2-3 ഉത്തരം പറയാൻ 9 ദിവസം എടുത്തു. അതായത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ സ്വാഭാവികമായും അവർ തന്നെ അതിനെ വ്യക്തമാക്കിയാണ്, അവർ തന്നെ വൈകിയ പ്രതികരണം വ്യക്തമാക്കിയാണ് ഇത്തരം കാര്യങ്ങളിൽ പഠനമില്ലാതെ ഉത്തരം പറയാൻ പറ്റില്ല എന്ന്. ഇനി ഞങ്ങൾ മറ്റൊരു കാര്യം, അവർ പറയുന്നത് ഈ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉണ്ടായാൽ അത് ഉന്നയിക്കാൻ ഇന്ത്യൻ മഹാരാജ്യത്ത് ഒരു ടൈം ബാരിയർ ഉണ്ടോ? ടൈം ബാരിയർ ഇല്ല. കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ ഗൂഢാലോചന നടത്തി കടന്നു കയറാൻ ശ്രമിച്ചാലും, ഗൂഢാലോചന നടത്തി വോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാലും അതിനെ നിയമം കാണുന്നത് കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ്. കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ നിയമം കാണുക രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ്. അതായത് രാജ്യദ്രോഹത്തിന് സമാനമായ രീതിയിലുള്ള വകുപ്പുകൾ അട്രാക്ട് ചെയ്യണമെന്ന് സുപ്രീം കോടതി 2017-ലും 2018-ലും വിവിധ റൂളിങ്ങുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു രാജ്യദ്രോഹ കുറ്റം കണ്ടാൽ അത് റിപ്പോർട്ട് അല്ല വസന്ത്, ഇത് നിങ്ങൾ കൃത്യസമയത്ത് പറയുന്നില്ല, പറയേണ്ട സമയത്ത് പറയുന്നില്ല. കർണാടകത്തിലെ വിഷയത്തിനകത്ത് ഇലക്ഷന്റെ ഡ്രാഫ്റ്റ് റോൾ വന്ന നവംബറിന് ശേഷം, 2024 നവംബറിന് ശേഷം ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസിന്റെ ആ ഒരു പീരീഡ് ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? വേണ്ട സമയത്ത് പറയാതെ, ഈ പിഴവ് തിരുത്തേണ്ട സമയത്ത് പറയാതെ, ഒരു ഘട്ടം കഴിഞ്ഞ് പറഞ്ഞതിന് ശേഷം ഇത് വലിയ വിവാദമാക്കി മാറ്റുന്നതിന് രാഷ്ട്രീയ ലക്ഷ്യമില്ലേ? അങ്ങനെയല്ലേ കമ്മീഷൻ ചോദിക്കുന്നത്? അതിനു വേണ്ട മറുപടി. തീർച്ചയായും. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കും ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾക്കുമെല്ലാം രാഷ്ട്രീയ ചിന്തയുണ്ട്, രാഷ്ട്രീയ ലാക്കുണ്ട്. അതിൽ എന്താ തെറ്റ്? BJPക്ക് അതില്ലേ? 2, അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. 1, ഞങ്ങൾ ഉന്നയിച്ച ആരോപണത്തിന് ഉത്തരം പറയാൻ ഇലക്ഷൻ കമ്മീഷൻ 9 ദിവസം എടുക്കേണ്ടി വന്നു. അപ്പോ ഏതാണ്ട് 300 കിലോ പേപ്പറൊക്കെ ഇട്ട് ആക്രിക്കട കൊടുക്കുന്നത് പോലെ ഞങ്ങളുടെ ഓഫീസിലേക്ക് തന്നിട്ട് അതിരുന്ന് പഠിച്ച വസന്ത്, അപ്പോഴൊരു പ്രശ്നം, അതായത് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ പിഴവുകൾ വരാം, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പിഴവുകൾ വരാം. അത് തിരുത്തേണ്ട രാഷ്ട്രീയ പാർട്ടികൾ അത് കൃത്യസമയത്ത് ചൂണ്ടിക്കാട്ടി തിരുത്തുന്നതിന് പകരം മിണ്ടാതിരിക്കുകയും അതിനുശേഷം പിന്നീട് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ തികഞ്ഞ രാഷ്ട്രീയ ലാഭം മാത്രമാണ്. അത് പക്ഷേ ജനാധിപത്യത്തെ ധ്വംസിക്കലാണ്. അത് ശരിയാണോ എന്നാണ് കമ്മീഷൻ ചോദിക്കുന്നത്. അതിനു വേണ്ട ഉത്തരം പറഞ്ഞാൽ നോക്കൂ, ഈ ഇലക്ഷൻ CPM-ന്റെ ഉത്തരവാദിത്തം, കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം, ഇവന്റോ BJPയുടെ പോലും ഉത്തരവാദിത്തം, ഇലക്ഷൻ കൃത്യമായി നടക്കപ്പെടണം എന്ന ഉത്തരവാദിത്തം ധാർമ്മികപരമാണ്, അത് എത്തിക്കലാണ്. എന്നാൽ ഇന്ന് അവിടെ വന്നിരുന്നത് നിങ്ങളോടടക്കുന്ന മാധ്യമങ്ങളോട് സംസാരിച്ച വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ടീമിന്റെയും ഉത്തരവാദിത്തം നിയമപരമാണ്. അത് ചെയ്തില്ലെങ്കിൽ ചോദ്യം ചെയ്യാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 10-12 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ സംഘടനാപരമായി അങ്ങേയറ്റം ഊർജത്തിൽ നിൽക്കുകയാണ് എന്ന വാദമൊന്നും എനിക്കില്ല. ചില സ്ഥലങ്ങളിൽ വീക്ക് പോയിന്റുകൾ ഉണ്ടാവും. അവിടെ ചിലപ്പോൾ കൃത്യമായി പഠനം നടത്താൻ സമയം വേണ്ടതായി വരും. അത്തരം പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? ഇന്ത്യൻ ഭരണഘടനയോ നിയമസംഹിതയോ സുപ്രീം കോടതിയോ ഒരിടത്തു പോലും കള്ളവോട്ട് കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ഇതാണ് ടൈം ബാരിയർ എന്ന് പറഞ്ഞിട്ടില്ല. കാര്യം കള്ളവോട്ട് ദേശവിരുദ്ധ പ്രവൃത്തിയാണ്. വോട്ട് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് രാജ്യവിരുദ്ധ പ്രവൃത്തിയായി തന്നെ കാണണം എന്ന് വിവിധ അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെയുള്ളപ്പോ അത് ഞങ്ങൾ 2 വർഷം മുമ്പത്തെ വോട്ടേഴ്സ് ലിസ്റ്റിലെ സാധനം കണ്ടത് ഇപ്പോഴാണ്. അത് ഇപ്പൊ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് വായടപ്പിക്കാനുള്ള ഒരു വാചാടോപം മാത്രമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾ ഉന്നയിച്ച് ഏതെങ്കിലും കാര്യത്തിൽ ഉത്തരം പറഞ്ഞോ? വോട്ട് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവില്ല. വോട്ട് മൾട്ടിപ്ലൈ ചെയ്തിടങ്ങളിൽ കള്ളവോട്ട് ചെയ്തതായി നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവില്ല. തൃശ്ശൂരിലടക്കം ഇലക്ഷനിലാക്കിക്കൊണ്ട് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് 1 മാസത്തെ കാലാവധിക്ക് വേണ്ടി, 1 മാസത്തെ താമസ സൗകര്യത്തിന് വേണ്ടി വാടകയ്ക്ക് ആളെ എടുത്ത് ബൾക്ക് വോട്ട് പമ്പിംഗ് എന്നാണ് അതിനെ പറയുക. അത് നിയമപരമായി തെറ്റായി കാണില്ല, കാര്യം അത് ടെക്നിക്കൽ ഇഷ്യൂ ആണ്. പക്ഷെ ബൾക്ക് വോട്ട് പമ്പിംഗ് നടത്തിയിട്ടുണ്ടോ BJP? അതിൽ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവില്ല. എന്നിട്ട് അവര് പറയണം ഞങ്ങളെ ഭീഷണിപ്പെടുത്തണ്ട, പേടിപ്പിക്കണ്ട. ഏത് BJP വക്താക്കൾ ഈ ഒരു ലോ ക്ലാസ് ലെവലിൽ സംസാരിക്കുന്നത് പോലെ ചില നമ്മളൊക്കെ തെരുവ് പ്രസംഗങ്ങളിൽ, ഞാനൊക്കെ തെരുവ് പ്രസംഗം നടത്തുന്നതാണ്. തെരുവ് പ്രസംഗങ്ങളിൽ നമ്മൾ
എതിർ പാർട്ടിയെ വെല്ലുവിളിക്കുന്നത് പോലെ കോൺഗ്രസിനെ വന്നിരുന്നെങ്കിൽ വെല്ലുവിളിക്കുകയാണ്. അപ്പൊ ആ വെല്ലുവിളി ഞങ്ങളുടെ അടുത്ത് വേണ്ട. 6 മാസം എടുത്ത് ഞങ്ങൾക്ക് ഒരു മണ്ഡലം പഠിക്കാൻ അറിയാമെങ്കിൽ കൃത്യമായി മറ്റുള്ള മണ്ഡലങ്ങളിലെ വിഷയങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് വരും. ഇന്ന് ഇവർ ഇത്രമാത്രം ഈ ഒരു അഗ്രസീവ്നെസ് കാണിച്ച് ഈ തട്ടിക്കൂട്ട് പത്രസമ്മേളനവുമായി വരാൻ തന്നെ കാര്യം, ബീഹാറിൽ ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളുടെ എല്ലാം നേതൃത്വത്തിൽ വോട്ടർ അധികാർ യാത്ര തുടങ്ങിയ ദിവസമാണ്. വോട്ടർ അധികാർ യാത്രയുമായി ശ്രീ രാഹുൽ ഗാന്ധി മുമ്പോട്ട് വരികയാണ്. ഇന്ന് നിങ്ങളുടെ വോട്ട്, നാളെ നിങ്ങളുടെ റേഷൻ, നാളെ കഴിഞ്ഞ് നിങ്ങളുടെ പൗരത്വം അത് ഈ സർക്കാർ കവർന്നെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മുദ്രാവാക്യവുമായി ഞങ്ങൾ ബീഹാറിൽ ചെന്നിരിക്കുകയാണ്. അവിടെ ഇവരുടെ ഒക്കച്ചങ്ങായ നിതീഷ് കുമാറിന്റെ ഭരണം താഴെ പോകും എന്നുള്ള കണക്കിലാണ് ഇന്നത്തെ യാത്രയിലെ ജനപങ്കാളിത്തം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രമാത്രം പെട്ടെന്ന്, ഇത്രമാത്രം വ്യഗ്രതയോടുകൂടി, ഇത്രമാത്രം അഗ്രസീവ്നെസ്സോടുകൂടി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഗൂണിന്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലീഡറിന് ചേരാത്ത ഭാഷയിൽ ഒരു പൊളിറ്റിക്കൽ ലീഡറിന്റെ ഭാഷയിൽ തിരികെത്താം. വസന്ത്, ഓക്കെ, കോൺഗ്രസിന്റെ ആ നിലപാടിൽ നിന്ന് ഞാൻ BJPയുടെ ജിതിനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ CPM പാനലിസ്റ്റ് അഡ്വക്കേറ്റ് A സമ്പത്ത് കൂടിയുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന പല കാര്യങ്ങൾക്കകത്ത് 2025 ഈ വർഷം ജൂൺ 12-നകത്ത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. അത് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ ആരോപണങ്ങളെല്ലാം അനുകൂലിക്കുമ്പോൾ അത് CPM-നും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണോ? അതോ ഇലക്ഷൻ കമ്മീഷൻ സുതാര്യമല്ല എന്ന് പറയുന്നതിനെ പ്രതിധ്വനിപ്പിക്കുക മാത്രമാണോ ചെയ്യേണ്ടത്? ഈ വേണ്ട സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ ചെല്ലുകയും ഈ പിഴവുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ജനാധിപത്യ പ്രക്രിയ സുഗമമായി നടപ്പാക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നതിന് പകരം രാഷ്ട്രീയ ലക്ഷ്യം മാത്രം എടുത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമെല്ലാം പിന്നീട് ഉയർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നതില്ലേ അർത്ഥം? അപർണ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അപർണ അങ്ങോട്ട് കേൾക്കാമല്ലോ? കേൾക്കാം, പറഞ്ഞോളൂ ശ്രീ A സമയത്ത് കേൾക്കാം. വിഷയം അതെ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ വിഷയത്തെ സംബന്ധിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മാത്രമായി അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ എന്ന് നമ്മൾ അങ്ങനെ ഇൻവെർട്ടഡ് കോമേഴ്സ് അത്തരത്തിൽ ചുരുക്കുകയല്ല വേണ്ടത്. കാരണം നമ്മുടെ നാട്, ഈ ഭാരതം എന്ന ഈ രാഷ്ട്രം നിലവിൽ വന്ന അതിൻ്റെ ഭരണഘടനയനുസരിച്ചുള്ള പ്രായപൂർത്തി വോട്ടവകാശം, ആ പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയിൽ അതിലെ ആമുഖത്തിൽ തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ എന്നാണ്. ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ എന്നുള്ള നിലയിലേക്ക് ഈ ഭരണഘടന അത്തരത്തിൽ അത് എഴുതി ഉണ്ടാക്കി അത് അംഗീകരിക്കപ്പെട്ട് വരുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളായ എല്ലാവരും ഇതിൽ ഉൾപ്പെടുകയാണ്. ഇതുപോലെ തന്നെ വി ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന എഴുതി ഉണ്ടാക്കുന്ന കാലത്ത് അവിടുത്തെ സമ്പന്നരും അവിടുത്തെ ഭൂവുടമകളും അടക്കമുള്ള കരമൊടുക്കുന്ന ഒരു വിഭാഗമായ വെള്ളക്കാരല്ലാതെ ഒരു വലിയ വിഭാഗം മറ്റുള്ളവർക്ക്, വെള്ളക്കാരും മഞ്ഞത്തൊലിക്കാരും അതുപോലെ തന്നെ ആദ്യം വന്ന അടിമകളായി അങ്ങനെ ആട്ടിത്തൊളിച്ച് കൊണ്ടുവന്നവരായിട്ടുള്ളവരുടെ, ഞാൻ നീഗ്രോ എന്നൊരു പദം ഉപയോഗിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം, അങ്ങനെയുള്ള ആ കറുത്ത വംശജരായിട്ടുള്ള അവർക്കൊന്നും ഒരു വോട്ടവകാശവും ഇല്ലായിരുന്നു. നമ്മളെല്ലാവരും തുല്യരാകുന്നത് ഒരിടത്ത് മാത്രമാണ്. അതെവിടെ എന്ന് ചോദിച്ചാൽ പോളിംഗ് ബൂത്തിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ പോകുമ്പോൾ. പഴയ 21 വയസ്സ് എന്നുള്ളത് ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് 18 വയസ്സായി. അങ്ങനെ ആയതിനു ശേഷം നമ്മളെല്ലാവരും തുല്യരാകുന്നത് സാമ്പത്തികവോ സാമൂഹികവുമായിട്ടുള്ള വംശപരമായോ അല്ല ഏതെങ്കിലും സാമുദായികമായിട്ടോ ലിംഗപരമായിട്ടോ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവുമില്ലാതെ, കുചേലനും കുബേരനും ഒരു വ്യത്യാസവും ഇല്ല. നമ്മളെല്ലാവരും, അതൊരു രാഷ്ട്രീയ അവകാശമാണ്, അതൊരു പൗരന്റെ അവകാശം എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ റൈറ്റാണ്, അതൊരു ചുമതല കൂടിയാണ് അത്തരത്തിൽ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ആരാണ്? ഞാൻ 2 മിനിറ്റേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഇത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഈ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം 15 അതിൽ അനുച്ഛേദം 324 മുതൽ 329 വരെ, ആർട്ടിക്കിൾ 324 മുതൽ ആർട്ടിക്കിൾ 329 വരെ ഈ ഭരണഘടനയിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടവും മാർഗനിർദ്ദേശവും നിയന്ത്രണവും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുമെന്ന് ഞാൻ ഇതിന്റെ മലയാള പരിഭാഷയിലുള്ള ഭരണഘടനയാണ് വായിക്കുന്നത്. ആർട്ടിക്കിൾ 324(1) പറയുന്നു,
ഈ ഭരണഘടന പ്രകാരം പാർലമെന്റിലേക്കും ഓരോ സംസ്ഥാനത്തിന്റെയും നിയമനിർമ്മാണ മണ്ഡലത്തിലേക്കും നടത്തുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും വേണ്ട സമ്മതിദായക പട്ടികകൾ തയ്യാറാക്കുന്നതിന്റെയും അവയിലേക്കുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും നടത്തുന്നതിന്റെയും രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും ഉദ്യോഗങ്ങളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പുകളുടെയും മേൽനോട്ടവും മാർഗനിർദ്ദേശവും നിയന്ത്രണവും ഈ ഭരണഘടനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പരാമർശിക്കുന്ന ഒരു കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. പിന്നീട് അത് കഴിഞ്ഞ് അതിന്റെ 324(2), 34 അങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് വരും. ഇത് 329 വരെ വരികയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അപർണ, ഇന്ത്യയുടെ ഭരണഘടന തന്നെ വ്യക്തമായി ഇക്കാര്യത്തിൽ ഒരു ചുമതല എന്നുള്ളത്, ഡ്യൂട്ടി എന്നുള്ളത്, ഉത്തരവാദിത്വം എന്നുള്ളത്, ലയബിലിറ്റി ഒന്നുമല്ല, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടനയോട് ആ കൂറ് അവരെ പ്രഖ്യാപിച്ചിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തതെങ്കിൽ അവർ ലംഘിച്ചിരിക്കുകയാണ്. അവർ വാസ്തവത്തിൽ അവരുടേതായിട്ടുള്ള ഭരണഘടനാദത്തമായിട്ടുള്ള അധികാര അവകാശങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും നമ്മൾ പറയുമല്ലോ, റോങ് സൈഡിൽ കൂടി ഈ നിയമം തെറ്റിച്ച് വാഹനം ഓടിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തെറ്റായ വഴിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുന്നു എന്നാരെങ്കിലും അത്തരത്തിൽ ആരോപണം ഉന്നയിച്ചാൽ അത് തെറ്റെന്ന് പറയാൻ കഴിയില്ല. ഞാനിപ്പോൾ ഇത് പറയുന്നതിന്റെ കാരണം 2025 ആണ്ടിലെ ഇപ്പോൾ മെയ് മാസം 10-ാം തീയതി 2025 മെയ് മാസം 10-ാം തീയതി നമ്മളിപ്പോൾ ഇത് നടത്തുമ്പോൾ ഇന്നിപ്പോൾ ഓഗസ്റ്റ് മാസത്തിൻ്റെ ഇങ്ങോട്ടേക്ക് നമ്മൾ 17-ാം തീയതിയായി, മലയാള മാസം 1-ാം തീയതിയിലേക്കൊക്കെ എത്തി. CPIM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബിയും പൊളിറ്റ് ബ്യൂറോ അംഗമായ നിലോൽപൽ ബാസുവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദമായ ഒരു നിവേദനം നൽകിയിരുന്നു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സമൂലമായ പരിഷ്കരണം മാത്രമൊന്നുമല്ല, അത് വളരെ വിശദമായി അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. ആ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച ആളുകൾ ആരൊക്കെയെന്നറിയാമോ? ആ ചർച്ചയ്ക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനെല്ലാം വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്ത് തുടക്കം കുറിച്ചത് ഒന്ന് സഖാവ് EMS നമ്പൂതിരിപ്പാടും, മറ്റൊരാൾ സാക്ഷാൽ AB വാജ്പേയിയുമാണ്. ആ രണ്ട് മഹാരഥന്മാരൊന്നും ജീവിച്ചിരിപ്പില്ല. അന്ന് കോൺഗ്രസിന്റെ അധികാര കുത്തക ഉണ്ടായിരുന്ന കാലത്ത് സമൂലമായ തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് പലപ്പോഴും ഈ ചർച്ചകൾ പല ആളുകൾ മുന്നോട്ട് കൊണ്ടുപോയില്ല, മാധ്യമങ്ങളെടുത്തില്ല. നിൽക്കട്ടെ, ഈ നിവേദനത്തിൽ പറയുന്ന ചില കാര്യങ്ങളിൽ ഒന്ന്, വിദ്വേഷ പ്രസംഗങ്ങളെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ സമയത്ത് ഇടപെടാത്തതിനെ സംബന്ധിച്ചും പറയുന്നുണ്ട്. തീരുന്നില്ല. ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളായി നമ്മുടെ തെരഞ്ഞെടുപ്പ് നടത്തി. ആ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഉണ്ടായ കാര്യം, നമ്മുടെ കയ്യിൽ കൃത്യമായി ഉള്ള വോട്ടർമാരുടെ എണ്ണവും വോട്ട് ചെയ്തവരുടെ എണ്ണവും വെച്ചിട്ടാണല്ലോ അപർണ ഞങ്ങളായാലും ശതമാനം പറയേണ്ടത്, അല്ലേ? വോട്ട് ചെയ്തവരുടേതായ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ വോട്ടർമാരുടെ എണ്ണം ഗുണം 100, എന്നിട്ട് നമ്മൾ ശതമാനക്കണക്കിൽ പറയും. ഇവിടെ എത്ര പേർ വോട്ട് ചെയ്തു എന്ന് പറയാൻ കഴിയാത്തതായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശതമാനക്കണക്ക് പറയുകയാണ്. എങ്ങനെയാണ് ഇവർ ഈ ശതമാനക്കണക്ക് ഇത്തരത്തിൽ പറയാനായി? ഏത് ഗുരുക്കന്മാരെയാണ് അവരെ പഠിപ്പിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല നാളിതുവരെ. ഇത് CPIM നൽകിയതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ നൽകിയതായിട്ടുള്ള നിവേദനത്തിൽ പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവര് വോട്ട് ചെയ്തവരെ സംബന്ധിച്ചുള്ള ശതമാനം പറയുകയും പിന്നീട് അത് തിരുത്തി പറയുകയും എന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആകെ വോട്ടർമാരുടെ എണ്ണം വോട്ട് ചെയ്തവരെ സംബന്ധിച്ച് പറയാൻ കഴിയാതാവുകയും അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന്റെ മുൾമുനയിൽ തന്നെ നിൽക്കുകയും ചെയ്തതായിട്ടുള്ള അവസ്ഥയെ സംബന്ധിച്ച് ഈ ചില സംസ്ഥാനങ്ങളിലെ ഈ വോട്ടിംഗ് നിലവാരവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഞാൻ അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ അങ്ങ് നിർത്താം. കാരണം അതിൽ BJPയുടെ സ്ഥാനാർത്ഥി കൂടി, അല്ല BJPയുടെ പ്രതിനിധിക്ക് കൂടി ഇതിനകത്ത് പറയേണ്ടതുള്ളതുകൊണ്ട്. ഇപ്പോൾ നടക്കാനിരിക്കുന്നതായിട്ടുള്ള ബീഹാറിലെ തെരഞ്ഞെടുപ്പ്, അതിലെ ഒരു സംസ്ഥാന നിയമസഭയിലാണ്. വാൽമീകി നഗർ എന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിലെ ആ അസംബ്ലി മണ്ഡലത്തിന്റെ പേര്. സംശയാസ്പദമായി കൂട്ടിച്ചേർക്കപ്പെട്ട 5000-ഓളം പേരിൽ 1000-ലധികം പേര് ഉത്തർപ്രദേശുകാരാണ്. ഇവിടെ ബീഹാറിൽ. UPയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു, 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അവിടെ ആ തെരഞ്ഞെടുപ്പിൽ 60,000 വോട്ടുകൾ അത്തരത്തിൽ BJP ജയിച്ചത് 10,000 വോട്ടിനാണ്. 60,000 വോട്ടുകളാണ് നീക്കം ചെയ്യേണ്ടി വന്നത്. 60,000 വോട്ടുകൾ നീക്കം ചെയ്യേണ്ടി വന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം ആക്ഷേപത്തോട് നീക്കം ചെയ്യുമ്പോൾ BJP ജയിച്ചത് 10,000 വോട്ടിന്. ചേർക്കപ്പെട്ട വോട്ടുകളുടെ എണ്ണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ മീററ്റിൽ ഇതാണ് നടന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിലീറ്റ് ചെയ്തതായിട്ടുള്ള UPയിലെ ഫറൂഖാബാദ് എന്ന് പറയുന്ന ഒരു ലോക്സഭാ മണ്ഡലം, അവിടെ BJP ജയിച്ചത് വെറും 2700 വോട്ടുകൾക്കാണ്. വിജയം തന്നെയാണ്, അതിലൊന്നും നമ്മൾ ചെറുതായി കാണണ്ട. പക്ഷേ ആ ഒരു വലിയ മണ്ഡലത്തിൽ 2700 വോട്ടിന് BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കുമ്പോൾ പരാതികളെ തുടർന്ന് കമ്മീഷന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്, അത്തരത്തിൽ നീക്കം ചെയ്യേണ്ടി വന്നത് 32,000-ലധികം വോട്ടുകളാണ്.
ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യാപകമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്ന നിലയിലേക്ക് മണി പവർ, മസിൽ പവർ, മാനിപ്പുലേഷൻ, മാക്കിനേഷൻസ് ഇതെല്ലാം നടത്തുക, ഇതിനെ ന്യായീകരിക്കുന്ന നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നാൽ, ഞാൻ നിർത്തുന്നതിന് മുമ്പ് അപർണ, താങ്കളുടെ ചോദ്യത്തിന്റെ പ്രസക്തമായ ഒരു കാര്യം, എന്തുകൊണ്ട് വൈകിയാണല്ലോ ഇതെല്ലാം പറഞ്ഞത്? ഓർമ്മയുണ്ടോ വർഗീസിനെ? 1970 ഫെബ്രുവരി മാസം 18 പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടത് പുൽപ്പള്ളിയിൽ എന്ന് അത്തരത്തിൽ പോലീസ് വിളംബരം ചെയ്യുകയും കേരളത്തിലെ ഒരേ ഒരു പത്രം ദേശാഭിമാനി മാത്രം വർഗീസിന്റെ പടവും കൊടുത്തുകൊണ്ട് പണ്ട്, അതിനും വളരെ മുമ്പ് CPIM അംഗമായിരുന്ന നേതാവായിരുന്ന ആ വർഗീസിന്റെ വധം പോലീസ് വെടിവെച്ചു കൊന്നതാണ് എന്ന പത്രത്തിൽ, ആ പത്രത്തിൽ അന്ന് വളരെ കുറച്ചേ സർക്കുലേഷനുള്ളൂ. 40 കൊല്ലത്തിന് ശേഷം രാമചന്ദ്രൻ നായർ എന്നൊരു പഴയ പോലീസ് കോൺസ്റ്റബിൾ ഈ കാര്യം അത്തരത്തിൽ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ആ വധത്തെ സംബന്ധിച്ച് അന്വേഷിക്കുകയാണോ വേണ്ടത്, അല്ല രാമചന്ദ്രൻ നായരെ തൂക്കിലേറ്റുകയാണോ വേണ്ടത്? 40 കൊല്ലത്തിന് ശേഷം ഇതെല്ലാം പറയാൻ നീ ആരടാ എന്നാണോ ചോദിക്കേണ്ടത്? ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡാറ്റ നൽകുന്നില്ല. CCTV ദൃശ്യങ്ങൾ ചോദിച്ചാൽ സ്വകാര്യത സ്ത്രീക്കുണ്ടെങ്കിൽ അത് ട്രാൻസ്ജെൻഡർക്കും ഉണ്ട്, ട്രാൻസ്ജെൻഡർക്കുണ്ടെങ്കിൽ അത് പുരുഷനുമുണ്ട്. ഇവിടെ സ്വകാര്യതയൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു മൂടുപടത്തിന് പിന്നിലേക്ക് വല്ലാതെ ഒളിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് നാട്ടിലെ കുട്ടികൾ പോലും വിളിച്ചു പറയും, മഹാരാജാവേ അങ്ങ് നഗ്നനാണ് എന്ന്. ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറ്റ് ഷുഡ് നോട്ട് ബിക്കം ആസ് ആൻ അഡ്ജങ്ക്ട് ഓഫ് ദ BJP. അതൊരു ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു മിനി ക്യാബിനറ്റ് പോലെ തരം താഴുന്നത് ഒട്ടും ശരിയല്ല. സത്യസന്ധമായിരിക്കണം, സുതാര്യമായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം, നീതിപൂർവമായിരിക്കണം. ഇലക്ട്രൽ ബോണ്ടുകളുടെ കേസിന്റെ കാര്യത്തിൽ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത നിലപാട് ഓർമ്മയുണ്ടോ അപർണ? ഉണ്ടോ? സുപ്രീം കോടതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നഖശികാന്തം എടുത്ത് കുടയുകയുണ്ടായി. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ കണക്കുകളെല്ലാം തരാം, ആർക്കാണ് ഈ പണം കൊടുത്തത് എന്നൊക്കെ ഉള്ളത്. ഷെൽ കമ്പനികളും ഇല്ലാത്ത കമ്പനികളും അത്തരത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ശതകോടികളുടെ ഒഴുക്കുണ്ടായതിനെ സംബന്ധിച്ച് CPIM മാത്രമാണ് അതിൽ സുപ്രീം കോടതിയിൽ കേസ് നടത്തിയ രാഷ്ട്രീയ പാർട്ടി. അവിടെ ഇലക്ഷൻ കമ്മീഷൻ എന്തായിരുന്നു നിലപാടെടുത്തത്? എന്തായിരുന്നു? ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നടത്തിയതായ വാർത്താ സമ്മേളനത്തിന് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എന്നെ കണ്ടാൽ കിണ്ണം കെട്ടെന്ന് തോന്നുമോ എന്ന്. തോന്നയല്ല, അണ്ടാവ് വിഴുങ്ങിയെന്നേ തോന്നുള്ളൂ. ഞാൻ തിരികെ എത്താം. ശ്രീ ജിതിൻ ദേവ്, എന്തുകൊണ്ട് കൃത്യസമയത്ത് പറഞ്ഞില്ല? അങ്ങനെ പറയാതെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ് ഭീഷണിപ്പെടുത്തണ്ട എന്ന് പറയുന്നത് അതാണോ അതിൻ്റെ ഒരു ഭാഷ? അതിനുള്ള ഉത്തരം ശ്രീ എ സമ്പത്തും വസന്തും പറയുന്നു, അക്കമിട്ട് പറയുന്നു. അങ്ങനെ ചോദിച്ച സമയങ്ങളിൽ എന്ത് നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തു എന്നുള്ളത് 9 ദിവസത്തിന് ശേഷം പറയുന്ന മറുപടി കൃത്യമായി ഈ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവുകൾ നിരത്തിക്കൊണ്ടാകേണ്ടതായിരുന്നു. ഇതാകപ്പാടെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഏതെങ്കിലും ഒറ്റ ഒരു വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ശകുൻ റാണിയുടെ വിഷയം മാത്രം എടുത്തുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോഴും കിടക്കുന്നു 33,692 അതുപോലെയുള്ള കേസുകൾ, 40,009 അല്ല 4,09,000 വ്യാജ അഡ്രസ്സുകൾ. ഇതിനൊന്നും ഉത്തരമില്ല. മറുപടി കൊടുക്കേണ്ടിരുന്നത് ഡാറ്റ വെച്ചിട്ടായിരുന്നു. അതാണ് കോൺഗ്രസ് ചെയ്തത്, അതാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. ആ തരത്തിലായിരുന്നു മറുപടി കൊടുക്കേണ്ടത്. ഒരു രാജ്യം ആഗ്രഹിക്കുന്നത് ആ വിശ്വാസം തിരിച്ചു പിടിക്കുന്ന തരത്തിലുള്ള കൃത്യമായിട്ടുള്ള നിലപാടുണ്ടാകണമെന്നുള്ളതാണ്. ആ നിലപാട് ഇലക്ഷൻ കമ്മീഷൻ എടുത്തു എന്ന് BJP കരുതുന്നത് എന്തുകൊണ്ടായിരിക്കും? ഏതാണ്ട് 24 മിനിറ്റോളം ഞാൻ ശ്രീ വസന്തിന്റെയും സമ്പത്ത് സാറിന്റെയും പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ രണ്ടുപേർക്കും മറുപടി പറയാനുള്ള സമയമാണ് കരണവെന്ന് ഞാൻ ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. നോക്കൂ, രാഹുൽ ഗാന്ധിക്ക് ഏത് കാര്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി കൊടുക്കേണ്ടുന്നത്? ഇപ്പം ഞാൻ ബാംഗ്ലൂർ സെൻട്രൽ ഈ ആരോപണം വന്ന ഒരു സാധനം ഓപ്പറേഷൻ മഹാദേവപുര എന്ന പേരിൽ രാഹുൽ ഗാന്ധി അവിടെ വലിയ പ്രസന്റേഷൻ നടത്തിയത്. അതിനെ സംബന്ധിച്ചുള്ള അവിടുത്തെ മണ്ഡലങ്ങളുടെ കണക്കും അവിടുത്തെ BJPയുടെ മണ്ഡലങ്ങൾ, BJP ലീഡ് ചെയ്ത മണ്ഡലങ്ങളെ സംബന്ധിച്ചൊക്കെ അവിടെ കൃത്യമായ ഡേറ്റ വന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെന്നുള്ളത് പുറത്തു വരും. ഞാൻ അതിനെ കുറച്ച് കൂടുതൽ പോകുന്നില്ല. പക്ഷെ വേറെ കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഇന്ന് രാഹുൽ ഗാന്ധി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്രയില് അനധികൃതമായി 1 കോടി വോട്ട് ചേർത്തിട്ടുണ്ടെന്ന് ഇന്ന് ബീഹാറിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ 2025 ഫെബ്രുവരി മാസം 3-ാം തീയതി രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് മഹാരാഷ്ട്രയിൽ 70 ലക്ഷം അനധികൃത വോട്ടർമാരുണ്ട്. ഫെബ്രുവരി മാസം 7-ാം തീയതി രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് 39 ലക്ഷം അനധികൃത വോട്ടർമാരുണ്ട് മഹാരാഷ്ട്രയിൽ. ഫെബ്രുവരി മാസം 17-ാം തീയതി രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് 40 ലക്ഷം അനധികൃത വോട്ടർമാരുണ്ട് മഹാരാഷ്ട്രയിൽ. ആഗസ്റ്റ് മാസം 17 ആയപ്പോ അത് 1 കോടിയായി മാറി. ഇങ്ങനെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു നേതാവിന് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? 1. 2, ഇവിടെ വസന്ത് പറഞ്ഞത് ഏതാണ്ട് രാഹുൽ ഗാന്ധി ആറ്റം ബോംബ് പൊട്ടിച്ചത്. എനിക്ക് ഓർമ്മ വരുന്നത് വസന്തിന്റെ സംസ്ഥാനം കേൾക്കുമ്പോൾ
ഈ മിഥുനം സിനിമയ്ക്കകത്ത് നെടുമുടിയോടിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, ചേർക്കട സ്വാമി. ആ സ്വാമി വന്നിങ്ങനെ ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പൊട്ടിക്കുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ആ സിറ്റുവേഷൻ ഓർമ്മ വരുന്നത്. നമുക്ക് ബീഹാർ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. എന്താണ് ബീഹാറിനെ സംബന്ധിച്ച് ഇപ്പൊ രാഹുൽ ഗാന്ധി അവിടെ ഇവിടെയൊക്കെ നടത്തി യാത്ര നടത്താനുള്ള സാഹചര്യം? ബീഹാറിൽ ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടന്നു. ഏതാണ്ട് ജൂൺ മാസത്തിൽ ആരംഭിച്ച ആ പരിപാടി 7,93,00,000 7.93 കോടി വോട്ടർമാർക്ക് ആ ബീഹാറില് അവരെ നേരിട്ട് കണ്ട് അവരുടെയൊക്കെ വീടുകളിൽ പോയി എന്യൂമറേറ്റേഴ്സ് അവർക്ക് ഫോറം കൊടുത്തു. നിങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞു. അതിനകത്ത് 7.24 കോടി പേർ, അതായത് 91.7%, ഈ പെർസെന്റേജ് കണക്ക് പറയുമ്പോൾ സമ്പത്സാറിന് ദേഷ്യം വരുന്നുണ്ടാകും. പക്ഷേ 91.7% ആൾക്കാർ അതിന് മറുപടി കൊടുത്തു, രേഖകൾ കൊടുത്തു. ഞങ്ങൾ ഔദ്യോഗികമായി അല്ലെങ്കിൽ ഞങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുന്ന ആൾക്കാരാണ് എന്നുള്ള തരത്തിൽ മറുപടി കൊടുത്തു. ആ പ്രോസസ്സ് നടത്തിയത് BJP ഏകപക്ഷീയമായിട്ടല്ല മാഡം. ആ പ്രോസസ്സ് നടത്തിയത് 98,498 ബൂത്ത് ലെവൽ ഓഫീസർമാർ, 1,54,977 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, DLA-മാർ. ആ അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ 1,56,000 മൊത്തം BJP ആണോ? അല്ല മാഡം, 72,361 പേർ ഈ പ്രതിപക്ഷത്തു നിന്നുള്ള BLA-മാരാണ്. പ്രതിപക്ഷ പാർട്ടികൾ RJD, അതേപോലെ തന്നെ കോൺഗ്രസ്, CPM ഉണ്ട് കേട്ടോ. CPM-ന് 76 പേര്, CPIM-ൽ 233 പേര്, BSPക്ക് 26 പേര്. 82,000-ഓളം ആൾക്കാരാണ് ഭരണകക്ഷികളിൽ നിന്നുള്ള, അതായത് BJP-യും JDU-യും ഒക്കെ ഉള്ളത്. ഇങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പൂർണ്ണമായ പിന്തുണയോടെ, അതായത് BLA-മാരെ നിയമിച്ചുകൊണ്ട് 4 ലക്ഷത്തോളം വോളണ്ടിയർമാരുടെ സഹായത്തോടാണ് ഈ പറഞ്ഞ പ്രോസസ് ജൂൺ മാസം 1-ാം തീയതി മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചത്. എല്ലാ സ്ഥലങ്ങളിലും ഓഗസ്റ്റ് മാസം 1-ാം തീയതി കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. ആ കരട് പട്ടികയിൽ ആക്ഷേപം ഉന്നയിക്കാൻ അവസരം കൊടുത്തു. 28,370 പരാതികൾ വന്നു. ആ പരാതികളൊന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നല്ല. ആ പരാതികളെല്ലാം വ്യക്തിപരമായി വോട്ടർമാർ കൊടുത്തതാണ്. അതെല്ലാം ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ചു. 38 ജില്ലാ പ്രസിഡന്റ്, 38 ജില്ലകളിലെ പാർട്ടി ജില്ലാ പ്രസിഡന്റുമാർക്ക്, BJPക്ക് മാത്രമല്ല, അവിടെ CPM-ന് എല്ലാ സ്ഥലത്തും ജില്ലാ കമ്മിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കോൺഗ്രസിനുണ്ടോ എന്ന് എനിക്കും അറിയില്ല, പക്ഷേ അവരുടെ സഖ്യകക്ഷി RJDക്ക് ഉണ്ട്. എല്ലാ ജില്ലാ പ്രസിഡന്റുമാർക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാവർക്കും കരട് പട്ടികയുടെ ഡ്രാഫ്റ്റ് കോപ്പി കൊടുത്തു. ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കാൻ പറഞ്ഞു. ഈ പരിശോധനകൾക്കും കൂട്ടിച്ചേർക്കലിനും ശേഷം മാത്രം സെപ്റ്റംബർ മാസം 1-ാം തീയതി വരെ സമയമുണ്ട്. സെപ്റ്റംബർ മാസം 30-ാം തീയതി മാത്രമാണ് പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ഇതൊരു വലിയ പ്രോസസ്സാണ്. എത്രയോ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട്, എത്രയോ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം കൊണ്ട് നടപ്പിലാക്കുന്ന ഒരു പ്രോസസ്സിനെ ഇങ്ങനെ ഇകഴ്ത്തിക്കാട്ടാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ശ്രീ വസന്തിനോട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളല്ല ഇലക്ഷൻ കമ്മീഷന്, ഞാൻ ഇലക്ഷൻ കമ്മീഷനെ ന്യായീകരിക്കില്ല. ഇലക്ഷൻ കമ്മീഷനോ BJP-യോ അല്ല പറഞ്ഞത് ഡിജിറ്റൽ ഫോർമാറ്റ് കൊടുക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ മധ്യപ്രദേശിലെ മുൻ എന്താ പറയുക, അവിടുത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ മുഖ്യമന്ത്രി കമൽനാഥ് ഇലക്ഷൻ കമ്മീഷനെതിരെ 2018 സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. എന്താ പറഞ്ഞത് അറിയാമോ? 60 ലക്ഷത്തോളം അനധികൃത വോട്ടർമാർ മധ്യപ്രദേശിൽ വോട്ടർ പട്ടികയുണ്ട്. അത് ഞങ്ങളുടെ ഇന്റേണൽ സർവേയിൽ ഞങ്ങൾ കണ്ടുപിടിച്ചു. അത് പരിശോധിച്ച് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഡിജിറ്റൽ ഫോർമാറ്റ് വേണമെന്ന പറഞ്ഞ സമയത്ത് സുപ്രീം കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് എടുത്ത് കളഞ്ഞത്. അവർ പറഞ്ഞു അങ്ങനെ പറ്റില്ല, വോട്ടർമാരുടെ പ്രൈവസിയെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബൾക്കായിട്ട് ഡിജിറ്റൽ ഡോക്യുമെന്റ് തരാൻ സാധിക്കില്ല അത് എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. നിങ്ങൾ കോടതി ഇപ്പോൾ ചലഞ്ച് ചെയ്യാമല്ലോ, അത് നിങ്ങൾ പോകുന്നില്ല. ഇവിടെ രാഹുൽ ഗാന്ധി എവിടെയൊക്കെ നടന്നോ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുകയാണ്. ഇപ്പൊ ബീഹാർ ഇലക്ഷൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകരെ ഒന്ന് ഉജ്ജീവിപ്പിച്ച് നിർത്തണം. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുക. ഇലക്ഷൻ കമ്മീഷൻ എന്നും പറഞ്ഞില്ലേ, നിങ്ങൾ അഫിഡവിറ്റ് തരൂ, ഞങ്ങൾ പരിശോധിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതിലൊന്നും തെളിവില്ലെങ്കിൽ നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാകും. ഇത് രണ്ടുമല്ലാതെ ഓരോ ഓപ്ഷനും ഇല്ല. അത് ഇലക്ഷൻ കമ്മീഷനെ വെറുതെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ച സമയത്ത് കൃത്യമായ മറുപടിയാണ് കൊടുത്തത്. അതേപോലെ തന്നെ ഇവിടെ ശ്രീ സമ്പത്ത് സാർ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, ഇലക്ഷൻ കമ്മീഷന്റെ അധികാരത്തെ സംബന്ധിച്ച് ആർട്ടിക്കിൾ 324 സംബന്ധിച്ച്. സാർ, ഞാൻ അങ്ങേ പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട് കൂടെ അങ്ങേ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സെക്ഷൻ 21 പ്രകാരം വോട്ടർ പട്ടിക തയ്യാറാക്കാനും പരിഷ്കരിക്കാനും കൈകാര്യം ചെയ്യാനും പൂർണ്ണമായ അവകാശം ഇലക്ഷൻ കമ്മീഷനുള്ളതാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ നിക്ഷിപ്തമാണ്. ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ജോലി ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഹ്യൂമൻ എറർ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ അവസരം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് കൊടുക്കാതെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ സമയത്തൊന്നും പരാതി പറയാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 45 ദിവസത്തിനകത്ത് ഇതിനകത്ത് പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള ചട്ടം ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഇതൊന്നും ചെയ്യാതെ ഒരു കാര്യവുമില്ലാതെ വെറുതെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അപമാനിക്കാനായിട്ടാണ് ഈ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. അങ്ങേ പോലുള്ള, എനിക്ക് വലിയ വിഷമമുണ്ട്, അങ്ങേ പോലുള്ള ഈ കേരള സംസ്ഥാനത്തെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ വന്ന് ഇത് ന്യായീകരിക്കേണ്ടി വരുന്നത്. ഞാൻ അങ്ങേ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് നിങ്ങളുടെ തന്നെ സഖ്യകക്ഷി CPI-യുടെ MP സന്തോഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്,
ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ദ മോസ്റ്റ് ഇമച്വർ, ദ മോസ്റ്റ് ഇറസ്പോൺസിബിൾ, ദ മോസ്റ്റ് ഇൻസെൻസിബിൾ പൊളിറ്റീഷ്യൻ ആരെന്ന് ചോദിച്ചാൽ അത് രാഹുൽ ഗാന്ധിയാണെന്ന് പറയുന്നത്. അത് എന്റെ വാക്കുകളല്ല, സന്തോഷ് കുമാറിന്റെ വാക്കുകളാണ്. അതുകൊണ്ട് അങ്ങേ പോലുള്ളവർ ഈ പറഞ്ഞ ഈ ഉണ്ടയിലെ വെടി പൊട്ടിക്കുന്ന ആൾക്കാരെ ന്യായീകരിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടരുതെന്നൊരു അപേക്ഷ മാത്രമാണ് എനിക്ക് അങ്ങേക്ക് മുമ്പാകെ വെക്കാനുള്ളത്. ശരി, ഞാൻ തിരികെ എത്താം. വിനോദ് വിൽസൺ മാത്യു, കൃത്യമായ സമയത്ത് ഇടപെടാത്ത രാഷ്ട്രീയ പാർട്ടികളോട് അവർ കാണിക്കുന്ന ആ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിനകത്തൂടെ വരുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ജനാധിപത്യ പ്രക്രിയയെ അപമാനിക്കുകയാണ്. എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ കമ്മീഷന് വിവേചനം കാണിക്കാനാകുക, ഭരണഘടനാപരമായിട്ടുള്ള കടമയിൽ നിന്ന് മാറാൻ കഴിയുക എന്നൊക്കെ ചോദിക്കുകയാണ്. വളരെ സുതാര്യമായിട്ട് ഒരു പ്രക്രിയ, ഇത്രയധികം ആളുകൾക്ക് വോട്ട് മോഷ്ടിക്കാൻ കഴിയുമെങ്കിൽ ഇത് നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിരുന്നില്ല എന്ന് ചോദിക്കുന്നൊരു മറുപടിയാണ് BJP നേതാവ് ശ്രീ ജിതിൻ ദേവ് പറയുന്ന ആ മറുപടി അതൃപ്തികരമാണ്. ശ്രീ ജിതിൻ ഇവിടെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ന്യായീകരിക്കുന്നത് കേട്ടു. അപ്പൊ എനിക്കൊരു സ്വാഭാവിക സംശയം, ഒരു സാധാരണ മനുഷ്യരുടെ സംശയം മാത്രമേ ഉള്ളൂ. ഇത് BJPയുടെ ഘടകകക്ഷിക്കെതിരെയുള്ള ഒരു ആരോപണമല്ലല്ലോ. ഇത് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനമായ, എല്ലാവരോടും കൃത്യമായ അകലം പുലർത്തി മാറി നിൽക്കേണ്ട ഒരു സ്ഥാപനത്തിനെതിരെ വരുന്ന ഒരു അലിഗേഷൻ അല്ല, ഒരു ആരോപണമല്ലേ. അതിനെ സത്യത്തിൽ ഞങ്ങളുടെ ഘടകകക്ഷിക്ക് നേരെ വന്ന ഒരു ആരോപണം പോലെ എന്തിനാണ് BJP ന്യായീകരിക്കുന്നത് എന്നൊരു ചോദ്യം എനിക്കുണ്ട്. BJP പറഞ്ഞാൽ മതിയല്ലോ, ഇലക്ഷൻ കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി അല്ല ഏതൊരാളും പറയുന്ന ആരോപണം അന്വേഷിക്കേണ്ടതാണ്. അന്വേഷിച്ച സാധാരണ ജനങ്ങൾക്ക്, ഈ നാട്ടിലെ പൗരബോധമുള്ള മനുഷ്യർക്ക്, വോട്ട് ചെയ്യുന്ന മനുഷ്യർക്ക് ഇത് സുതാര്യമായ സംവിധാനമാണെന്ന് ബോധ്യപ്പെടുത്തണം എന്നൊരു നിലപാട് BJP എടുത്താൽ പോരെ. BJP എന്തിനാണ് വന്നിരുന്ന് ന്യായീകരിക്കുന്നത്? അപ്പൊ ആ ന്യായീകരിക്കാനുള്ള ബാധ്യത BJPക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് ആദ്യം ചോദിച്ചത്. ഒരു സ്വാഭാവിക സംശയം, ഒരു സാധാരണ മനുഷ്യർക്ക് സംശയം മാത്രമാണ്. മറ്റൊന്ന് പറയുന്നത്, ഇവിടെ ഇന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു വാർത്താ സമ്മേളനം കണ്ടു. ആ വാർത്താ സമ്മേളനത്തിൽ ആദ്യത്തെ എനിക്കതിലുള്ള അഭാസ്യമായി തോന്നുന്നത്, നിഷ്പക്ഷത തെളിയിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ പ്രസ് മീറ്റ് വിളിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് അവരുടെ ഗതികേടാണ് എന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ചിരി വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇലക്ഷൻ വോട്ടർ ഐഡിയിലുള്ള ഫോട്ടോ അത് ഡിജിറ്റലൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ എന്റെ ഇലക്ഷൻ കാർഡിലെ ഫോട്ടോ കണ്ട എനിക്ക് പോലും, എന്റെ പെറ്റമ്മയ്ക്ക് പോലും മനസ്സിലാവത്തില്ല. ഇത് വെച്ച് ആര് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെയുള്ള ഈ കാലത്ത് ആരിത് ക്രമക്കേട് കാണിക്കാനാണ്? ആ ഫോട്ടോ ആര് ദുരുപയോഗം ചെയ്യാനാണ്? അതിലെ ഒരാളുടെ ഫോട്ടോയും അവർക്ക് പോലും മനസ്സിലാവില്ല, അവരുടെ മുഖം പോലും അല്ല. ഇതൊക്കെ ചുമ്മാ നമുക്കറിയാം ഇതൊക്കെ എങ്ങനെ ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോ വെച്ച് ദുരുപയോഗം ചെയ്യും. നമ്മുടെയൊക്കെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലും പബ്ലിക് പ്ലാറ്റ്ഫോമിലും ഒക്കെ ഇഷ്ടംപോലെ കിടക്കുമ്പോൾ ഈ ഫോട്ടോ വെച്ച് മോർഫൊക്കെ ചെയ്ത് അത് മോശമാക്കുന്നൊക്കെ പറയുന്ന തികച്ചും ബാലിശമായ, തികച്ചും അപഹാസ്യമായ സ്റ്റേറ്റ്മെന്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഇതിന് മറ്റൊരു ആംഗിൾ കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാദഗതി അവസാനിപ്പിക്കാം. ഞാൻ ഇതിനെ കാണുന്നത്, ഇപ്പം നമുക്കറിയാലോ, കേരളത്തിൽ ഇപ്പൊ നമ്മളൊക്കെ രാഷ്ട്രീയം മനസ്സിലാക്കിയ സമയത്ത്, അല്ലെങ്കിൽ പഠിച്ച സമയത്ത്, അല്ലെങ്കിൽ കാണുന്ന സമയത്ത് കേരളത്തിൽ എത്രയോ കള്ളവോട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം സമ്പത്ത് സാർ ഇവിടെയുണ്ട്. ഞാൻ ബഹുമാനിക്കുന്ന നല്ല പ്രഭാഷകൻ എന്ന് പേരെടുത്തിട്ടുള്ള, ഞാൻ വിദ്യാഭ്യാസ കാലത്ത് അദ്ദേഹത്തിന്റെ പ്രഭാഷണമൊക്കെ ഞാൻ രാഷ്ട്രീയ പ്രസംഗങ്ങൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പക്ഷെ ഞാൻ ഇന്ന് ഈ ചർച്ചകൾക്കിടയിൽ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു പുസ്തകം ഞാൻ വായിച്ചു. ആ പുസ്തകം എന്ന് പറയുന്നത് സഖാവ് MV രാഘവൻ എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഒരു ജന്മം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ അദ്ദേഹം ക്രമക്കേടുകളെ പറ്റി, കള്ളവോട്ടുകളെ പറ്റിയൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെ സമ്പത്ത് സാർ അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ അനുമതിയോടെ ഞാൻ പറയുന്നു. അതായത് 1988 ഈ CPM-ഉം CMB എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ. അദ്ദേഹം പറയുന്നത് ആ CMB പാർട്ടി ഫോം ചെയ്തതിനു ശേഷം EK നായനാർക്കെതിരെ അന്ന് മത്സരിച്ച ആലീസ് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അഡ്വക്കേറ്റ് ആലീസ് കൃഷ്ണൻ എന്ന നായർക്കെതിരെ മത്സരിക്കുക, CMB-യുടെ കാൻഡിഡേറ്റ്. ആ CMB കാൻഡിഡേറ്റിനെ വീടുകളിൽ ചെന്ന് വോട്ട് ചോദിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. അതുപോലെ ഒരു പള്ളത്ത് വേണുഗോപാൽ നായർ എന്ന ഒരു മനുഷ്യനെ CPM-കാർ കെട്ടിയിട്ട് മർദ്ദിച്ച് അദ്ദേഹത്തിന്റെ തുടയിലെ മാംസം എടുത്തു കളഞ്ഞു. ഈ രക്ഷിച്ചതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പരിയാരം ആശുപത്രി പിടിച്ചടക്കിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പൊ കള്ളവോട്ടുകൾ, ഫാസിസം അല്ലെങ്കിൽ ബലം, അധികാരം, ഇതൊക്കെ ഉപയോഗിച്ച് എല്ലാ കാലത്തും കേരളത്തിലും ഇന്ത്യയിലും കള്ളവോട്ടുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ BJP എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ അന്ന് CPM ചെയ്തത് ഇലക്ഷൻ കമ്മീഷനെ വിശദീകരിച്ച് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ തങ്ങളുടെ ഘടകകക്ഷിയാക്കി CPM-ന് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അധികാരവും സംഘബലവും അല്ലെങ്കിൽ ധാർഷ്ട്യവും ധിക്കാരം ഉപയോഗിച്ച് ചേരുന്ന ഒരു കള്ളവോട്ട് പ്രക്രിയ ഇന്ന് ഇന്ത്യയിൽ BJP എല്ലാ സിസ്റ്റത്തെയും വിഴുങ്ങിയതുപോലെ കോടതിയെ വിഴുങ്ങിയിരിക്കുന്നു, ഇലക്ഷൻ കമ്മീഷനെ വിഴുങ്ങിയിരിക്കുന്നു, ED-യെ വിഴുങ്ങിയിരിക്കുന്നു, ഇൻകം ടാക്സിനെ വിഴുങ്ങിയിരിക്കുന്നു, പോലീസിനെ വിഴുങ്ങിയിരിക്കുന്നു. ഇതിനെ മുഴുവൻ വിഴുങ്ങി
അവർ വലിയ വിശാലമായ ക്യാൻവാസിൽ അത് ചെയ്യുകയാണ്. ഇതാണ് ജനാധിപത്യത്തിന്റെ പ്രശ്നം. ആം ആദ്മി പാർട്ടിയുടെ പൊതുനിലയിൽ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ശ്രീ രാഹുൽ ഗാന്ധി ഈ വിഷയം എടുത്തു, ഞങ്ങൾ അതോട് ഐക്യപ്പെടുന്നു. രാഹുൽ ഗാന്ധി വിഷയം എടുക്കുന്ന സമയത്ത് സഞ്ജയ് സിംഗ് MP പറഞ്ഞ എന്താണ്, ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ആം ആദ്മി പാർട്ടി രാഹുൽ ഗാന്ധിക്ക് ഒപ്പമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പറയേണ്ട ഒരു ദുഃഖകരമായ വസ്തുത കൂടിയുണ്ട്. അതെന്താണ്? ഡൽഹി നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു, ചർച്ചകൾ ചെയ്തു, വാർത്തകൾ വന്നു. ഡൽഹിയില് ലോക്സഭാ ഇലക്ഷന് ശേഷം അസംബ്ലിയിൽ ന്യൂഡൽഹിയിൽ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നത് അരവിന്ദ് കേജ്രിവാളാണെന്ന് കണ്ട് 40,000 വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ആരോട് പരാതി പറയും? മുഴുവൻ സിസ്റ്റവും എതിർത്ത് നിൽക്കുകയാണ്. ആരോട് പരാതി പറയും? ഒരു പരാതിയും ആരും കേൾക്കില്ല. അവസാനം അദ്ദേഹം 22,000 വോട്ടുകൾക്കവിടെ പരാജയപ്പെട്ടു. നമുക്കറിയാം, അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഞാൻ ലിസ്റ്റുകളൊന്ന് വായിക്കാം. പ്രകാശ് വർമ്മ എന്ന് പറയുന്ന കേജ്രിവാളിനെതിരെ ജയിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ സ്വന്തം ഫ്ളാറ്റിൽ 33 വോട്ടുകളാണ് പുറത്തുനിന്ന് ചേർത്തത്. അതുപോലെ ഒരു മന്ത്രി കമലേഷ് പാസ്വാൻ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ 26 വോട്ടുകൾ ചേർത്തു. അതൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. അതുപോലെ ഒരു MP, BJPയുടെ MP മുഖർജി സ്മൃതി നാഷ് എന്ന് പറയുന്ന വ്യക്തി 33 വോട്ടുകൾ ചേർത്തു. BJPയുടെ MP ജയപ്രകാശ് അദ്ദേഹത്തിന്റെ സ്വന്തം ഫ്ളാറ്റിൽ 25 വോട്ടുകൾ ചേർത്തു. ത്രിപുരയിൽ നിന്നുള്ള BJPയുടെ MP രേവതി 25 വോട്ടുകൾ ചേർത്തു. ഇത് ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ പറയുന്ന കോൺഗ്രസും സംവിധാനവും ഒക്കെ ഈ മകൻ ചത്താലും വേണ്ടിയല്ല, മരുമകളുടെ കണ്ണുനീര് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അന്ന് പ്രസ് മീറ്റ് വിളിച്ച ഇപ്പൊ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിലൊക്കെ പോയി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയവർ മരണപ്പെട്ടു പോയവരുടെ ഒക്കെ കൂടുതൽ ചായ കുടിക്കുന്നുണ്ടല്ലോ. അരവിന്ദ് കേജ്രിവാൾ അദ്ദേഹത്തിന്റെ വസതിയിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ കൊന്നുകളഞ്ഞ മനുഷ്യരെ വിളിച്ചിരുത്തി പ്രസ് മീറ്റ് നടത്തി ജനത്തോട് പറഞ്ഞിട്ടും അന്ന് കോൺഗ്രസ് അത് കേട്ടില്ല. കാരണം ഡൽഹിയിൽ എങ്ങനെങ്കിലും ഇവർക്ക് ഞങ്ങളെ തോൽപ്പിക്കണമായിരുന്നു. ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് BJP എന്ന് പറയുന്ന സംവിധാനം ഈ സിസ്റ്റം മൊത്തം പിടിച്ചടക്കി, ഇലക്ഷൻ കമ്മീഷനെയും കോടതിയെയും സംവിധാനത്തെയും മുഴുവൻ പിടിച്ചടക്കി ഈ സിസ്റ്റത്തെ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ദൃഷ്ടാന്തമാണ്. ഇതിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ജനകീയ പോരാട്ടത്തിൽ എന്നുമുണ്ടാവും കള്ള വോട്ടുകൾ ചെയ്യാൻ പാടില്ല. ജനാധിപത്യത്തിൽ പിന്നെ ഒരു ലൂപ്പ് ഹോൾ കൂടെ ഉണ്ട്. അതെന്താ പരിശോധിക്കാത്ത? ഞാൻ ഒറ്റ കാര്യം പറയാം. ഇപ്പൊ ഇവർ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതായത് കോടതിയിൽ പോകണം അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യണമെന്ന് പറയുന്നു. ഞാനൊരു ചെറിയൊരു ഇലക്ഷൻ കമ്മീഷൻ ഒരു തരികിട പരിപാടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇലക്ഷൻ കമ്മീഷനിൽ അവരുടെ ചട്ടപ്രകാരം 45 ദിവസമാണ് ഇലക്ഷന് ശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാൻ സമയം കൊടുത്ത് 45 ദിവസം മാത്രമാണ്. ഈ 45 ദിവസം കൊണ്ട് നമുക്ക് ഒരു കാര്യവും പരിശോധിച്ച്, അതായത് ഇവ ഡിജിറ്റൽ കോപ്പി കൊടുക്കാത്ത മാനുവലായി കോപ്പി കൊടുക്കുന്ന പരിശോധിച്ച് കോടതിയിൽ പോകാൻ കഴിയില്ല. അങ്ങനെ വന്നപ്പോ ഉണ്ടല്ലോ, ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു സർക്കുലർ ഇറക്കി. ആ സർക്കുലർ ഇങ്ങനെയാണ്: ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കോടതിയിൽ പോയാൽ ആ കോടതിയിൽ പോകുന്ന അസംബ്ലി മണ്ഡലത്തിന്റെ മുഴുവൻ ഡേറ്റാസും വീഡിയോ റെക്കോർഡിംഗ്സും മറ്റെല്ലാ കാര്യങ്ങളും അന്തിമമായി നിലനിർത്തണം, നശിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ 2 മാസം മുമ്പ് സർക്കുലർ തിരുത്തിയിട്ട് പറഞ്ഞു 45 ദിവസം കൊണ്ട് നശിപ്പിച്ചേക്കാൻ. എന്തിനാ അങ്ങനെ ഒരു വ്യവസ്ഥ? 40 ദിവസം കൊണ്ട് കോടതി പോകാൻ കഴിയില്ല. അപ്പൊ മുഴുവൻ രേഖകളും വീഡിയോ റെക്കോർഡിംഗ് അടക്കം മുഴുവൻ രേഖകളും സൂക്ഷിച്ചു വെക്കണമെന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഒരു പൊടുന്നനെ പറയുകയാണ് ഇതൊക്കെ നശിപ്പിച്ചേക്കാൻ. അപ്പൊ ഇതെല്ലാം ഞാനൊരു വ്യക്തി എന്ന നിലയിൽ സാധാരണ മനുഷ്യൻ, വലിയ രാഷ്ട്രീയ പാരമ്പര്യമോ പ്രവർത്തന മികവോ ഒന്നുമില്ലാത്തൊരു സാധാരണ ഒരു മനുഷ്യന്റെ സെൻസിൽ പറയുന്നു, ഇത് മുഴുവൻ കള്ളവോട്ടുകൾ ചെയ്യുന്നുണ്ട്, കൃത്രിമമായി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നാളെ BJP-ക്കാരനും പ്രശ്നമാവും. ഇപ്പൊ BJP ചെയ്യുന്നത് മറ്റധികാരത്തിലുള്ള പാർട്ടിക്കാരും ചെയ്യും. ഈ സിസ്റ്റം ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്താൽ ഈ നാട്ടിലെ പൗരബോധത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, സ്വാതന്ത്ര്യദിനം ആഘോഷം 2 ദിവസമല്ലേ ആയുള്ളൂ, സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് നേടിത്തന്ന മനുഷ്യരെ കളിയാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ്. ഇതിൽ നിന്ന് എല്ലാ ഞാൻ തിരികെ എത്താം. വിനോദ്, വസന്ത്, ഇത് ഒരു പാർട്ടിക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യങ്ങളല്ല. ഈ ആരോപണങ്ങൾ തുടർന്നു കൊണ്ടുപോയാൽ പലരുടെയും കയ്യിലുണ്ടാകും കറ എന്നൊക്കെ പറയുന്ന അത് രാഷ്ട്രീയ ആരോപണമായി മാറ്റി വെച്ചാൽ പോലും ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്ന്, ഇത് എന്തുകൊണ്ട് സത്യവാങ്മൂലം നൽകുന്നില്ല? ഈ ഡാറ്റ കൃത്യമാണെങ്കിൽ അത് എന്തുകൊണ്ട് സത്യവാങ്മൂലം നൽകുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് അവിടെ നിൽക്കുന്നുണ്ട്. ഒപ്പം ഈ മെഷീൻ റീഡബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞതിനെ കമ്മീഷൻ എതിർക്കുന്നത് 2019 സുപ്രീം കോടതി റൂളിംഗ് വെച്ചിട്ടാണ്. കമൽനാഥ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ. ഇത് വോട്ടർമാരുടെ ഒരു പ്രൈവസിയെ പ്രൊട്ടക്ട് ചെയ്തുള്ള കാര്യമാണ്. അങ്ങനെ ചിലതിന് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. ഇതിനൊന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓൾട്ടർനേറ്റീവ് കാര്യങ്ങളൊന്നും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പറയാനുണ്ടായിട്ടില്ല. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നേരത്തെ വസന്ത് പറഞ്ഞ പോലെ തെരുവ് പ്രസംഗം നടത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴും ഉണ്ട് ഇതുവരെ പറയാത്ത ആരോപണങ്ങൾ. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഉന്നയിക്കുന്നത് വെറും രാഷ്ട്രീയ ലക്ഷ്യം. വെറും രാഷ്ട്രീയ ലക്ഷ്യം. അതൊരു ജനതയ്ക്ക് വേണ്ടിയിട്ടാണോ, ജനാധിപത്യ പ്രക്രിയയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണോ, അതോ വെറും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മാത്രമാണോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ കോൺഗ്രസിനും നിന്നും മറുപടി പുറത്തേക്ക് വന്നിട്ടില്ല. അല്ല, നോക്കൂ അപർണ, 2 കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് പറഞ്ഞ പോലെ
ഈ യുദ്ധത്തിൽ ഒരു സൈഡിൽ മാത്രം തലയല്ല ഉരുളുക, എല്ലാവരും ഉരുളുന്നത്. ശ്രീ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുമ്പോൾ ഇതേതെങ്കിലും പർട്ടിക്കുലർ പാർട്ടി നടത്തിയ വലിയ ഇലക്ഷൻ ഹൈജാക്കിംഗ് ആണ് എന്ന തരത്തിലല്ല പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇത്രമാത്രം ക്രമക്കേടുകൾ ഉണ്ട്. നമ്മളൊരു കേസ് പറയില്ലേ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മറ്റേ സുരേഷ് ഗോപിയുടെ സിനിമ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ഇത് കോൺഗ്രസ് വേഴ്സസ് BJP അല്ലെന്നേ, ഇത് കോൺഗ്രസ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളതാണ്. അതിനകത്ത് ഇലക്ഷൻ കമ്മീഷന്റെ വക്താക്കളായി അവരെ സംരക്ഷിക്കാൻ വേണ്ടി, അവരെ മൂടി പൊതിഞ്ഞ് സംരക്ഷിക്കാൻ വേണ്ടി എന്തിനാണ് BJP ചാടി ഇറങ്ങുന്നത്? അല്ലെങ്കിൽ BJPക്കെതിരെ ആരോപണം വരുമ്പോൾ എന്തിനാണ് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ചാടി ഇറങ്ങുന്നത്? അവിടെയാണ് ഇവർ ഒക്കച്ചക്കായിമാരാണെന്നും ഒരേ പിതാവിൽ നിന്നുള്ള രണ്ട് ഇരട്ട സഹോദരങ്ങളാണെന്നും ആ ഇരട്ട സഹോദരങ്ങൾ പരസ്പര പൂരകങ്ങളായി സഹായിച്ചു വരികയാണ് എന്നും നമുക്ക് മനസ്സിലാവുന്നത്. ഇനി അങ്ങ് ചോദിച്ചതുപോലെ എന്താണ് കോടതിയെ സമീപിക്കാത്തത് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ BJP പ്രതിനിധികൾ ചോദിക്കുന്നത്. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഒന്നാമത്തത് രാഷ്ട്രീയ യുദ്ധമാണ്. ക്ലിയർ ആണല്ലോ? ഒന്നാമത്തെ ഇത് രാഷ്ട്രീയ യുദ്ധമാണ്. ഇന്ന് ഞങ്ങൾ ബീഹാറിൽ അത് വളരെ കൃത്യമായി അവിടുത്തെ ജനതയെ അണിനിരത്തി അവരോട് പറഞ്ഞു. നാളെ ഞങ്ങളത് മഹാരാഷ്ട്രയിൽ പറയും, നാളെ കഴിഞ്ഞ് കർണാടകയിൽ പറയും, തെലുങ്കാനയിൽ പറയും, കേരളത്തിൽ പറയും, രാജ്യമൊട്ടുക്കും ഞങ്ങൾ സംസാരിക്കും. ബഹുജനങ്ങളുടെ അഭിപ്രായത്തെ സാംശീകരിക്കുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏറ്റവും ഒന്നാമത്തെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളത് ചെയ്യും. ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയത്തിൽ ഏറ്റവും ആദ്യം വേണ്ടത് ജനകീയ സമ്മതമാണ്, ജനകീയ പിന്തുണയാണ്. ആ പിന്തുണ നേടിയെടുക്കും. പിന്നെ ഇവർക്ക് എന്താണ് ഈ കോടതിയിലേക്ക് പോകുന്നെന്ന് പറയുന്നതിന്റെ പിന്നിൽ എന്താണെന്ന് അറിയാമോ? കോടതിയുടെ മുമ്പിൽ വന്നാൽ ആ വിഷയം സബ് ജുഡീസ് ആവും. അങ്ങനെ സബ് ജുഡീസ് ആയ ഒരു വിഷയം പാർലമെന്റിനുള്ളിൽ സംസാരിക്കാൻ പറ്റില്ല. അടുത്ത ദിവസങ്ങളിൽ പാർലമെന്റ് കൂടുമ്പോൾ ഞങ്ങൾ വളരെ കൃത്യമായി ഈ വിഷയം പാർലമെന്റിനുള്ളിൽ ഉന്നയിക്കുമ്പോൾ എന്താ പ്രശ്നം അറിയോ? ശ്രീമതി അപർണയുടെയും എന്റെയും ഒക്കെ വരും തലമുറ, എന്റെ മകൻ, അപർണയുടെ മകൾ അല്ലെങ്കിൽ അപർണയുടെ മകൻ നാളെ ഈ നാഷണൽ ആർക്കൈവ്സ് എടുത്ത് പഠിച്ചാൽ, അല്ലെങ്കിൽ പാർലമെന്റിന്റെ ഡോക്യുമെന്റ് എടുത്ത് പഠിച്ചാൽ അവിടെ ഇതാ ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. മോദിയുടെ 1, 2, 3 ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നത് വോട്ട് ചോരി നടത്തിക്കൊണ്ടാണെന്നും വോട്ട് കൊള്ള നടത്തിക്കൊണ്ടായിരുന്നതും അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസമില്ല എന്ന് ഇവിടുത്തെ പ്രതിപക്ഷം കേവലം 6 വോട്ടിന്റെ മാത്രം ഡിഫറൻസ് BJPയുമായിട്ടുള്ള 6 സീറ്റിന്റെ മാത്രം ഡിഫറൻസ് BJPയുമായിട്ടുള്ള ഇവിടുത്തെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നുവെന്നും അതിന് ഉത്തരം പറയാനില്ലാതെ ചില കോമാളിത്തരങ്ങൾ കാണിച്ച് ഭരണപക്ഷം തടൽ തപ്പിയിരുന്നുവെന്നും നാളത്തെ കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവരുടെ ലക്ഷ്യം ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോ സബ് ജുഡീസ് ആക്കി മാറ്റിക്കൊണ്ട് പാർലമെന്റിനുള്ളിൽ ചർച്ചയ്ക്ക് വരുമ്പോ അയ്യോ അത് കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമല്ലേ, ഇപ്പൊ പറയണ്ട കേട്ടോ, ഇപ്പൊ മിണ്ടണ്ട കേട്ടോ എന്ന് പറയാനുള്ള ലക്ഷ്യമാണ്. ആ ലക്ഷ്യം, ആ ഒരു ക്രൂക്കഡ് മൈൻഡ്, ആ കുറുക്ക ബുദ്ധി, അത് തൽക്കാലം നിങ്ങളുടെ പുതിയ ഓഫീസ് മന്ദിരമുണ്ടല്ലോ മാരാർജി ഭവൻ, അവിടെ തന്നെ എടുത്ത് 4 പടക്കി ആ ഏതെങ്കിലും ഡെസ്കിന്റെ അടിയിലേക്ക് വെച്ചാൽ മതി. അത് കോൺഗ്രസിന് നടത്തി ചെലവാവില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ആദ്യമായി ജനങ്ങളോടാണ് സംവദിക്കുന്നത്. ആ ജനകീയ അഭിപ്രായത്തെ ഞങ്ങൾ സംശീകരിക്കുകയാണ്, അവരുടെ പിന്തുണ നേടിയെടുക്കുകയാണ്. രണ്ടാമത് ഞങ്ങൾ ഇത് പാർലമെന്റിനുള്ളിൽ സംസാരിക്കും, അതിനെ റെക്കോർഡിക്കലാക്കും. അത് ഏതറ്റം വരെ പോയാലും പാർലമെന്റിനുള്ളിൽ ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കും. ഏതറ്റം വരെ പോയാലും ഞങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ, ഇന്ത്യൻ ലോക ചരിത്രത്തിൽ പോലും 72 പാർലമെന്റേറിയൻസിനെ ഒറ്റ ദിവസം സസ്പെൻഡ് ചെയ്ത ചരിത്രം ലോകത്തില്ല, ഹിറ്റ്ലറിന് പോലും ഇല്ല. പക്ഷെ ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾ ഞങ്ങളെ മുഴുവൻ നിരത്തി പിടിച്ചങ്ങ് സസ്പെൻഡ് ചെയ്ത് കളഞ്ഞാലും, ഞങ്ങളുടെ എംപിമാരെ മുഴുവൻ നിരത്തി പിടിച്ചങ്ങ് ഡിസ്മിസ് ചെയ്ത് കളഞ്ഞാലും നിങ്ങളുടെ കോട്ടയിൽ നിന്ന് തന്നെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഈ ചോദ്യം അവിടെ ഉയർത്തപ്പെടും. സൂക്ഷിച്ചു വെച്ചോ. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ നോമിനി ജയിച്ചായിരുന്നു എന്നൊക്കെ BJP പ്രതിനിധി ഒന്ന് മനസ്സിലാക്കിയേക്കൊള്ളാം. കേരളത്തിൽ ഇരുന്ന് രാഷ്ട്രീയം സംസാരിക്കുന്ന പോലല്ല, ദില്ലിയിൽ ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ട്, ദില്ലിയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഭരിക്കുന്ന BJP ഗവൺമെന്റിനെതിരെ അവരുടെ പാളയത്തിൽ തന്നെ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പൊ ബീഹാർ കൂടി തോറ്റാൽ നിങ്ങളുടെ ഈ ഒക്കച്ചങ്ങായുണ്ടല്ലോ നിതീഷ് കുമാർ, 5 വർഷത്തിനിടയിൽ 6 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ച നിതീഷ് കുമാർ, ആ നിതീഷ് കുമാറിനെ നിങ്ങളുടെ തന്നെ ടേബിളിൽ ഇനിയും വിളിച്ചിരുത്തി ചായ കൊടുത്ത് തോളിൽ കൈയിട്ട് ഭരണം നടത്താമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതുകൊണ്ടാണെന്ന് ഇവർക്ക് ലഹള പിടിക്കുന്നത്. ഇതിലെ രാഷ്ട്രീയമുണ്ട്. ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ നിയമം പറഞ്ഞെങ്കിലും ഇതിന്റെ രാഷ്ട്രീയം എന്താണ്? ഇവരെന്തിനാ അത്ര കാലളകുന്നതെന്ന് അറിയാമോ? ബീഹാർ തോറ്റാൽ നിതീഷ് കുമാർ ഉപപ്രധാനമന്ത്രി സ്ഥാനം ചോദിക്കും. ആ ഉപപ്രധാനമന്ത്രി സ്ഥാനം ചോദിച്ചത് കൊടുക്കാൻ ഇവർക്ക് സാധിക്കില്ല. ഇനി കൊടുത്താൽ ഈ സർക്കാരിലുള്ള BJPയുടെ, പ്രത്യേകിച്ച് മോദിയുടെ ശക്തി, പവർ ഹോൾഡ് അത് ഡൈല്യൂട്ട് ചെയ്യപ്പെടും. അങ്ങനെ ഈ സർക്കാർ താഴെ പോകും. ആ പേടി കൊണ്ടാണ് ഇവർ ഇത്രമാത്രം കാലുകളകുന്നത്. ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി കൂടി ഞങ്ങളുടെ കൂടെ ചേരും.
ഈ ലിസ്റ്റിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ കേരളത്തിലെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ശരി, നിങ്ങൾ ഓക്കെ. അപ്പോഴും ഈ സമയവുമായി ബന്ധപ്പെട്ട് ഓക്കെ, ഞാൻ ശ്രീ സമ്പത്തിന് പോകണം. അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ഒന്ന് പോയ ശേഷം ശ്രീ സമ്പത്ത്, 1.6 ലക്ഷം 1.5 ലക്ഷം എന്ന് കരുതിയാൽ പോലും ബൂത്ത് ലെവൽ ഏജൻസ് ബീഹാറിലുള്ളത്, SIR ഉള്ള ആ ബൂത്ത് ലെവൽ ഏജൻസ് CPM-നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു 1000 കഷ്ടി ഇത്രയൊക്കെ തന്നെയാണ് വരിക. എങ്കിലും 1000 ഉണ്ടല്ലോ. ഈ ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഏജന്റുമാർ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു ബയസോ ഇറഗുലാരിറ്റീസോ ഏതെങ്കിലും ഇതിലൊരു ഡോക്യുമെന്റ് എവിഡൻസ് ഉണ്ടോ? ഇത് നിങ്ങളുടെ ബൂത്തിൽ ഏജന്റുമാരും അവിടെ ഉണ്ടല്ലോ. ഒരു ആരോപണം ഉന്നയിക്കുന്നു, കോൺഗ്രസ് ഉന്നയിക്കുന്നു, രാഹുൽ ഗാന്ധി പറയുന്നു, കൂടെ നിൽക്കുന്നു. ഈ ബീഹാറുമായി ബന്ധപ്പെട്ട് അത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് ഈ സമയത്തിന്റെ രാഷ്ട്രീയ ഗൂഢലക്ഷ്യം എടുത്ത് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ഏതെങ്കിലും റിപ്പോർട്ടിംഗ് ഉണ്ടായിട്ടുണ്ടോ? അത് ഉണ്ടായിട്ട് അത് CPM അത് കേൾക്കണ്ട എന്ന് വെച്ചതാണോ? അതോ കോൺഗ്രസ് പറയുന്ന ഈ ആരോപണത്തിനൊപ്പം കണ്ണടച്ചുകൊണ്ട് കൂടെ നിൽക്കുകയാണോ? നോക്കൂ, ഇവിടെ CPIM ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് മുന്നോട്ട് വെച്ചത് അത് ആര് പറഞ്ഞു എന്നുള്ളതല്ല, എന്തു പറഞ്ഞു എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ വിവിധ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളായാലും ഞങ്ങൾക്കെതിരായി തന്നെ ഞങ്ങളെ നഖശികാന്തം എതിർക്കുന്നതായ മാധ്യമങ്ങളിലായാലും ഇന്ത്യയുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടും ഇന്ത്യയിലെ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്നതായിട്ടുള്ള ഈ രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യ അടിത്തറ തകർക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ പരിശ്രമങ്ങൾ അത് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്ന് ഉണ്ടായാൽ അത് അങ്ങേയറ്റം ചെറുക്കേണ്ടതാണ്. അതിനെതിരായി ഒരു ചെറുവിരൽ അനക്കിയാൽ പോലും അത് സ്വാഗതം ചെയ്യേണ്ടതാണ്. ഞങ്ങളൊരു വലിയ രാഷ്ട്രീയ കക്ഷിയൊന്നുമല്ല. ശരിയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷിയാണ്, ദക്ഷിണ പൂർവേഷ്യൻ മേഖലയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പക്ഷേ ഞങ്ങൾ ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ കക്ഷിയായി പാർലമെന്റിലുള്ള അംഗസംഖ്യ വെച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങളും അവകാശപ്പെടുന്നില്ല, നിങ്ങളും അവകാശപ്പെടുന്നില്ല. നോക്കൂ, ഈ കഴിഞ്ഞ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു ബൂത്തിൽ മാത്രമുണ്ടായ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ പറയാം, ഒറ്റ സെക്കൻഡ് കൊണ്ട്. പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ 30ാം നമ്പർ ബൂത്തിൽ മാത്രം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചേർത്തത് എന്നുള്ളത് 53 പേരുടെ പേര് വിവരങ്ങൾ വെച്ചുകൊണ്ട് BLA-മാർ, അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരാണ്. അപ്പോൾ BLO-മാർ ഈ കാര്യത്തിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട ഭരണാധികാരിയെ കാര്യങ്ങൾ ഇത് ഉണർത്തിച്ചു. ഈ പരാതി രേഖാമൂലം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ LDF-ന്റെ അവരുടെ പ്രവർത്തകർ നൽകി. കാനൻ രാജേന്ദ്രൻ ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെടുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു നടപടിയും ഉണ്ടായില്ല. നമ്മൾ കോടതിയിൽ പൊക്കോളൂ എന്ന് പറയുന്നു. അപർണ 2004 ആണ്ടിൽ അപർണയ്ക്ക് വോട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ല. 2004 ആണ്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ആദ്യമായി ഒരു NDA സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 18 ലോക്സഭാ മണ്ഡലങ്ങളിൽ LDF വിജയിക്കുകയും ഒരിടത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ഒരിടത്ത് മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ അന്ന് PC തോമസ് വിജയിക്കുകയും ചെയ്തു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി അന്ന് ഇസ്മായിൽ അവിടെ പരാജയപ്പെട്ടത് വെറും 529 വോട്ടിനാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ പരാജയപ്പെട്ടത്. അപ്പം ഞങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെടുമ്പോൾ 529 വോട്ടിന് പരാജയപ്പെടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സാമുദായികമായ ചേരിതിരിവിനും വർഗീയവൽക്കരണവും അങ്ങനെ വർഗീയ ചുവയുള്ളതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമെല്ലാം നടത്തിക്കൊണ്ട് അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി, ഒന്നിലേറെ പരാതി നൽകി. അത് LDF മാത്രമല്ല, അത് UDF-ഉം പരാതി നൽകി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പരാതി അങ്ങനെ നൽകിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് കടലാസിന്റെ വില പോലും കൽപ്പിച്ചില്ല. ശരി, അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഹർജി നൽകി. LDF-ന്റെ സ്ഥാനാർത്ഥി ഹർജി നൽകി. ആ ഹർജി ഹൈക്കോടതി ആ ഹർജിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയപ്പോൾ ജയിച്ചതായ സ്ഥാനാർത്ഥി NDA-യുടെ സ്ഥാനാർത്ഥി മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് ആ ഹർജിയുമായി പോയി. അദ്ദേഹം സുപ്രീം കോടതിയിൽ ആ ഹർജി കൊടുക്കുമ്പോൾ അപ്പീലാണ്. ഈ ഹർജിയിൽ ഹൈക്കോടതി ആകെ വിചാരണ ചെയ്യുന്നത് ഇലക്ഷൻ ഹർജി മാത്രമാണ്, വേറൊന്നും അങ്ങനെ ഹൈക്കോടതി വിചാരണ ചെയ്യാറില്ല. ആ അപ്പീല് സുപ്രീം കോടതിയെല്ലാം കേട്ട് ഈ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയതായ വിധി ശരിയാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ 2009 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവർ പുതിയ പാർലമെന്റ് അംഗങ്ങളെല്ലാമായി ഈ പറയുന്ന മൂവാറ്റുപുഴ മണ്ഡലം തന്നെ ഇല്ലാതായി. ഇതെല്ലാം പോയി നിങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്തോളൂ എന്ന് ചോദിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, ഓരോ വോട്ടും എത്ര എന്നുള്ളതല്ല, ഇത് നിർണായകമാകുന്നത് എങ്ങനെയെന്ന് കൂടി ഞാൻ പറയാം. 2024 തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയതായ വോട്ട് ഷെയർ എന്നുള്ളത് അഖിലേന്ത്യാ തലത്തിൽ 36.6%.
37 എന്ന് വെച്ചാൽ തന്നെ 67% ആളുകൾ BJPക്കെതിരായി വോട്ട് രേഖപ്പെടുത്തിയെന്ന് പറയേണ്ടി വരും. അതിൽ പിന്നീട് അവരോടൊപ്പം ചേർന്ന മുന്നണി ഘടകകക്ഷികളെ കൂടി നിങ്ങൾ കൂട്ടിക്കോളൂ. അപ്പോൾ 2024 തെരഞ്ഞെടുപ്പിൽ 36.6% വോട്ട് കിട്ടിയ പാർട്ടിക്ക് 5 കൊല്ലം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 37.3% വോട്ട് കിട്ടി. ഏതാണ്ട് 1% വോട്ട് അഖിലേന്ത്യാ തലത്തിൽ കുറഞ്ഞപ്പോൾ BJPക്ക് നഷ്ടപ്പെട്ടത് 63 MP-മാരെയാണ് ലോക്സഭയിൽ. അങ്ങനെ 63 MP-മാരെ ലോക്സഭയിൽ എണ്ണം കുറഞ്ഞപ്പോൾ സംഭവിച്ചത് 303 എന്നുള്ളതിൽ നിന്ന് 240 എന്നുള്ള നിലയിലേക്ക്, വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത നിലയിലേക്ക് BJP ചുരുങ്ങി. ഇനി ഇക്കാര്യത്തിൽ ഞാനിപ്പോൾ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം 5 ഈ യൂണിയൻ എന്നുള്ളത് പറയുന്നതിനകത്ത് ഒരിടത്ത് പാർലമെന്റിനെ സംബന്ധിച്ചും പറയുന്നുണ്ട്. അങ്ങനെ പാർലമെന്റിനെ സംബന്ധിച്ച് പറയുന്നതിൽ പാർലമെന്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നതിനകത്ത് ആർട്ടിക്കിൾ 93 നിങ്ങളൊന്ന് നോക്കണം. അനുച്ഛേദം 93 ലോക്സഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ലോക്സഭ കഴിയുന്നതും വേഗം ആ സഭയിലെ 2 അംഗങ്ങളെ യഥാക്രമം അതിന്റെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമായി തെരഞ്ഞെടുക്കേണ്ടതും സ്പീക്കറുടെയോ ഡെപ്യൂട്ടി സ്പീക്കറുടെ ഉദ്യോഗം ഒഴിവൊഴുകുമ്പോഴെല്ലാം ആ സഭ മറ്റു രംഗത്തെ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറുമായി അതാത് സംഗതി പോലെ തെരഞ്ഞെടുക്കേണ്ടതുമാകുന്നു ഇവിടെ പറയുകയാണ്. 17ാം ലോക്സഭയിലും 18ാം ലോക്സഭയിലും ഈ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ പറയുന്നതായിട്ടുള്ള ഈ ഡെപ്യൂട്ടി സ്പീക്കറായി അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പേ നടത്തിയിട്ടില്ല. എപ്പോഴും അത് പ്രതിപക്ഷത്തിനാണ് നൽകാറുള്ളത്. അത് പ്രതിപക്ഷത്തൊരു അത്തരത്തിലൊരു സമവായം ഉണ്ടായില്ല എങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകാതെ തന്നെ അതിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ ഗ്രൂപ്പിന്റെ ചാണ്ഡിഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടല്ലോ. ചാണ്ഡിഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥിയെ തോറ്റതായി പ്രഖ്യാപിച്ചത് നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ BJPയുടെ അംഗമാണ് ഭരണാധികാരിയായി മാറിയത്. സുപ്രീം കോടതിയിൽ ആ CCTV ദൃശ്യങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വമായിട്ട് അത് തോറ്റ സ്ഥാനാർത്ഥി ജയിച്ചതാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്ന അവസ്ഥയിൽ വന്നത് CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതും നശിപ്പിച്ചിരുന്നെങ്കിൽ പിന്നെ അതുമില്ല. അപർണ, ഇപ്പൊ ഈ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റുകൾ ഓരോന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി ചോദിച്ചു എന്തിനാണ് BJPക്കാർ വേവലാതിപ്പെടുന്നത്. ശ്രീ വിനോദ്, രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്നത് ചെയ്തു എന്നുള്ളതല്ലേ? ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധി ഇരിപ്പില്ലല്ലോ. അപ്പൊ BJPക്കെതിരെ ആരോപണം ഉണ്ടെങ്കിൽ BJPക്ക് മറുപടി പറയട്ടെ. അത് ഇലക്ഷൻ കമ്മീഷൻ ന്യായീകരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതിനകത്ത് എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങളോട് സഹതപിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കത്തുള്ളൂ. രണ്ടാമതൊരു കാര്യം, ഇവിടെ രാഹുൽ ഗാന്ധിയുടെ കുറെ സ്റ്റേറ്റ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഔറംഗാബാദിൽ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച എന്താണ് വോട്ട് അധികാര യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്തെങ്കിലും കാര്യം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതിന് എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ട് നോക്കും. പക്ക പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഒന്നാമത്തെ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് അനുരാഗ് ഠാക്കൂറിനോട് സത്യവാങ്മൂലം ചോദിച്ചില്ലല്ലോ, പിന്നെ എന്നോട് മാത്രം എന്തിനാ ചോദിക്കുന്നത്? എന്നോട് മാത്രം ചോദിച്ചത് തെറ്റല്ലേ? പിന്നെ പറയുന്നു ബീഹാറിൽ നിന്ന് 65 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയിരിക്കുന്നത് അംബാനിയെ അദാനിയെ സഹായിക്കാൻ. തലയ്ക്ക് എന്താ? ഞാൻ ഇയാളെന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം, ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ അറിയാമോ? ഇദ്ദേഹം ഈ ഇന്ത്യൻ പൊളിറ്റിക്സിലെ ആകെ എന്റെ മുതുമുത്തച്ഛനും എന്റെ മുത്തശ്ശിയും എന്റെ അച്ഛനും എന്റെ അമ്മ കാവൽ പ്രധാനമന്ത്രിയാണെന്ന് പറയാൻ സാധിക്കുന്ന പ്രധാന വ്യക്തി രാഹുൽ ഗാന്ധി മാത്രമാണ്. എനിക്ക് പ്രധാനമന്ത്രിയാകാൻ സാധിക്കുന്നില്ലെന്നുള്ള രാഷ്ട്രീയ നിരാശയാണ് ഈ മനുഷ്യന്. അതിന് ഞങ്ങളുടെ ഒന്നും യാതൊരു ട്രീറ്റ്മെന്റും ഇല്ല. രാഹുൽ ഗാന്ധി എന്തോ വലിയ സംഭവങ്ങൾ ചെയ്തു, അത് ഞങ്ങൾ ഇനി പാർലമെന്റിൽ ഉന്നയിക്കാൻ പോവാണെന്നോ? ഇപ്പൊ വസന്ത് പറയുന്നത് കേട്ടു, പാർലമെന്റിൽ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ഭാവി തലമുറ പഠിക്കുന്ന ചരിത്ര രേഖയായി മാറും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യം പരിഹാരമല്ല, നിങ്ങൾക്ക് രാഷ്ട്രീയ ഗിമിക്സ് ആണ് ആവശ്യം. ഇത് തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ ആധികാരികമായി ഒരു പരാതി കൊടുക്കാൻ തയ്യാറല്ല, കോടതിയെ സമീപിക്കാൻ തയ്യാറല്ല, വെറുതെ എവിടെങ്കിലും ഒക്കെ നടന്ന് വായി വരുന്നൊക്കെ വിളിച്ചോറാണ്. ഇപ്പൊ വീണ്ടും അദ്ദേഹം പറയാണ് 1 കോടി മഹാരാഷ്ട്രയില് വോട്ടർ പട്ടികയിൽ 1 കോടി പേർ അനധികൃതമായിട്ട് കേട്ടിട്ടുണ്ട്. ഈ മനുഷ്യൻ തന്നെ ഫെബ്രുവരി 3 പറഞ്ഞു 39 ലക്ഷം എന്ന്. ഓരോ മാസം കഴിയുന്നതോറും 10-15 ലക്ഷം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക. ഇത് എന്ത് ആധികാരത്തിലാണ് അദ്ദേഹത്തിന്റെ മറുപടി പറയേണ്ടത്? പിന്നെ രാഹുൽ ഗാന്ധി ജനങ്ങളിലേക്ക് ഇറങ്ങി. സാർ നിങ്ങൾ എനിക്ക് ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടില് ഒരു കള്ളൻ കയറി മോഷ്ടിച്ചിട്ട് ഓടിപ്പോകുമ്പോ നമ്മൾ കള്ളൻ എന്ന് വിളിച്ച ഓടിപ്പോകും കുറെ. നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നിട്ട് പറയാണ് സാറേ എന്റെ വീട്ടിൽ നിന്ന് ഒരു കള്ളൻ ഇറങ്ങി ഓടിപ്പോയെന്ന് പറയുമ്പോൾ പോലീസുകാർ പറയാണ് നീ ഒരു കാര്യം ചെയ്യും, സത്യവാങ്മൂലം എഴുത്ത എന്ന് പറയുന്ന അവസ്ഥയേ ഉള്ളൂ. ഇത്രയും ഒരു ആരോപണം ഒരാൾ ഉന്നയിച്ചാൽ അതായത് കൃത്യമായിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ അങ്ങ് സംസാരിച്ചപ്പോ ഞാൻ ഇടയ്ക്ക് കയറിയില്ല. സമയപരിമിതി കടന്നിരിക്കുന്നു. ചോദിച്ചത് ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ ഇപ്പൊ ശ്രീ അപർണ കുറുപ്പിന് ഒരു എന്താ പറയാ ഒരു നിങ്ങളെക്കാൾ നല്ല ബോധ്യമുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല.
വില്ലേജ് ഓഫീസറുടെ കൈവശം സന്തോഷം. പോയി ഓക്കെ ശരി വളരെ സന്തോഷം. കർണാടകയിലേക്ക് മാനിക്കാൻ യെസ് സന്തോഷം. തീർച്ചയായിട്ടും ഏതായാലും ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. എനിക്കറിയാം ഇത് ഈ ഒരു മണിക്കൂർ ചർച്ച കൊണ്ട് തീരുന്ന വിഷയമല്ല. കോൺഗ്രസ് ഇതിനകത്ത് ഇനി മറുപടി പറയും. രാഹുൽ ഗാന്ധി ഇതിനകത്ത് കൂടുതൽ മറുപടി പറയും. ബീഹാറിൽ ഇപ്പോഴും വോട്ട് യാത്രയുടെ ഭാഗമായിട്ട് നിൽക്കുക കൂടിയാണ് രാഹുൽ ഗാന്ധി. ഏതായാലും കൂടുതൽ ചർച്ചകൾ നടക്കാനുണ്ട്. കൃത്യമായ ഡാറ്റ നൽകിയില്ല, മറുപടിയായി നൽകിയില്ല എന്നുള്ള പ്രതിപക്ഷത്തിന് ആരോപണം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള മറുപടി ഏത് തരത്തിലുണ്ടാകും. എന്നാലും വരും മണിക്കൂറുകളിലും ഈ വിഷയം കത്തി നിൽക്കും. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും എന്നുള്ളതൊക്കെ ഉണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം തൃപ്തികരമാണോ എന്ന് ചോദിച്ചപ്പോൾ, പ്രേക്ഷകരോട് ചോദിച്ചപ്പോൾ നമ്മുടെ പോളിൽ അല്ല എന്ന് പറയുന്നവരാണ് കൂടുതൽ. 59% പ്രേക്ഷകരും അല്ല എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വളരെയധികം നന്ദി. എ സമ്പത്ത്, വസന്ത് തെങ്ങുമിള്ളി, ജിതിൻ ദേവ്, ഒപ്പം വിനോദ് മാത്യു വിൽസൺ, പ്രൈം ഡിബേറ്റ് ചാനൽ പൂർണ്ണമാകുന്നു. നമസ്കാരം.